കർത്താവിനാൽ അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ കഴിഞ്ഞ 7 ദിവസങ്ങളിലായി ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവജനത്തോടു കൂടെ ഈ 8ാമത്തെ ദിവസവും എനിക്കുമായിരിക്കാൻ കർത്താവ് ഒരുക്കിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സഭയ്ക്ക് വളരെ അനുഗ്രഹീതമായി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന കർത്താവിന്റെ ദാസപ്രിയ പാസ്റ്റർ റെന്നി, തന്റെ കുടുംബവും, ഇവിടെ ആയിരിക്കുന്ന ബഹുമാന്യ കർത്താവിന്റെ ദാസൻ, വളരെ അനുഗ്രഹീതമായ നിലയിൽ ആരാധനകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന ക്രിസ്തുവിൽ ഞങ്ങളുടെ വാത്സല്യ സ്നേഹിതൻ പ്രിയ സ്റ്റാൻലി പാസ്റ്റർ, ഈ സഭയിൽ കർത്താവിനെ ആരാധിച്ചു വരുന്ന എല്ലാ ദൈവജനും, നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ വന്ദനം. സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാവരും അക്കാരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. കർത്താവ് നമ്മെ ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. ഞാനും ചില ദിവസങ്ങളിലായി പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ദൈവസന്നിധിയിലായിരിക്കുകയായിരുന്നു. 21 ദിവസങ്ങളിലായി. ഇന്ന് നിങ്ങളുടെ മധ്യയായിരിക്കാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശാരീരികമായി അല്പമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ യോഗമേറ്റിട്ട് കടന്നു വരാതിരിക്കുക എന്ന് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് സ്തോത്രം, കടന്നു വരുവാൻ താല്പര്യപ്പെടുകയും കർത്താവ് തന്നെ ആരോഗ്യത്തോടെ ഇന്ന് പകൽ നിങ്ങളുടെ നിലവിൽ നിൽക്കുകയും ചെയ്യും. കർത്താവ് ബലപ്പെടുത്തുവാൻ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞാൻ മുഖോര വാക്കുകളിലേക്ക് അധികം കടക്കാതെ വളരെ വേഗത്തിൽ ദൈവം ഏൽപ്പിച്ച ദൈവിക ആലോചനകളിലേക്ക് കടക്കാം. ഞാൻ പല പ്രാവശ്യം ഈ സഭയിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവിടെ നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ ഒത്തിരി ദൂരത്തൊന്നുമുള്ള ആളല്ല. ഞാനിവിടെ പുതുപ്പള്ളിയിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ തിരുവല്ലായിൽ പാർത്ത് തിരുവല്ലായിലുള്ള ദൈവസഭയുടെ ശുശ്രൂഷകനായിട്ട് കഴിയുന്നു. കഞ്ഞിക്കുഴിയിലുള്ള ദൈവസഭയിലെ അംഗമാണ്. പുതുപ്പള്ളിയിൽ പാർക്കും. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അനേക ദൈവത്തിന്റെ മക്കളെ ഈ സഭയോടുള്ള ബന്ധത്തിൽ പരിചയപ്പെടുവാൻ കർത്താവ് അവസരം തന്നിട്ടുണ്ട്. ഞാൻ ദീർഘവർഷങ്ങൾ കുവൈറ്റിൽ കർത്താവിന്റെ വേലയിലായിരുന്നപ്പോ ഈ സഭയിലെ അംഗമായിരുന്ന രൂഹമ്മ ബിജോയ്, ആരും ഉണ്ടോ കുടുംബത്തിൽ? ഓക്കെ. ആ പ്രിയപ്പെട്ടവർ എന്റെ വിശ്വാസികളായിരുന്നു. അവരുടെ കൂടെ ആരാധിപ്പാൻ കർത്താവ് അവസരം ഒരുക്കി. അതുപോലെ എന്റെ ഒരു സഹോദരനാണ് മിനു, മോളമ്മയെ വിവാഹം കഴിച്ചത് ഇപ്പോൾ അടൂര് പാർക്കുന്നു. അങ്ങനെയുള്ള ചില ബന്ധങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഞാനിപ്പോ തിരുവല്ലായി കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. കൊച്ചോളാന്റിയുടെ വീട്ടുകാരോ ഓക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമുക്ക് ഒരുമിച്ച് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി കർത്താവിന്റെ സ്തോത്രം. ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ എല്ലാവരും ദൈവസന്നിധിയിലായിരുന്നാട്ടെ. കർത്താവ് ഇന്ന് പകൽ നമ്മോട് സംസാരിക്കും. സ്തോത്രം. കഴിഞ്ഞ 7 ദിവസങ്ങളിലും നമ്മോട് ഇടപെട്ട ദൈവം ഈ 8ാമത്തെ പകലിലും നമുക്ക് വേണ്ടത് നൽകി തരുമെന്ന് ഉറപ്പുള്ളവരെല്ലാം കർത്താവിന്റെ നന്ദിയോടൊന്ന് സ്തുതിച്ചാണ്. ഇന്ന് പകലും ദൈവം നമ്മെ തൊടുവാൻ പോകുകയാണ്. ദൈവം നമ്മെ സ്പർശിക്കുന്ന ഒരു പകലാണ്. ദൈവപ്രവൃത്തി നമ്മിൽ വെളിപ്പെടുന്ന പകലാണ്. വിശ്വസിക്കുന്നവരൊക്കെ അതിനുവേണ്ടി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെയും നമ്മെ ശക്തമായി പ്രബോധിപ്പിക്കുകയാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഒരാണ്ടിന്റെ അന്ത്യനിമിഷത്തിലേക്ക് നമ്മൾ എല്ലാവരും എത്തപ്പെട്ടിരിക്കുകയാണ്. ഒത്തിരി നന്ദികരേറ്റൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഒത്തിരി നന്ദികരേറ്റൽ. കാരണം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഓരോ നിമിഷങ്ങളിലും നാം അനുഭവിച്ച ദൈവപ്രവൃത്തികളൊക്കെ ഓർത്താൽ നമുക്കാർക്കും ഇതിനകത്ത് മൗനമായിട്ടിരിക്കാൻ പറ്റത്തില്ല. നമുക്കാർക്കും ഇവിടെ മൗനമാകാൻ പറ്റത്തില്ല. ദൈവപ്രവൃത്തി അനുഭവിച്ചവരെല്ലാം ദൈവത്തെ ഒന്ന് സ്തുതിച്ചുകൊണ്ടിരുന്നതാണ്. രണ്ടാമത് ഞാൻ ഒന്നുകൂടെ പറയാം, ഇതൊരു നന്ദികരേറ്റല് മാത്രമാകരുത്, ഒരാത്മപരിശോധനയുടെ നിമിഷങ്ങൾ കൂടെ ആയിരിക്കണം. സ്തോത്രം. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞുപോയ ഒരാണ്ട് ദൈവം നമുക്ക് ദാനമായിട്ട് തന്നതാ. ഒത്തിരി പേർക്ക് കഴിഞ്ഞൊരാണ്ട് സന്തോഷത്തിന്റെ നിമിഷങ്ങളായിരുന്നു, ചിലർക്ക് കണ്ണുനീർക്കണങ്ങൾ നിറഞ്ഞതായിരുന്നു. നമ്മെ പോലെ പലർക്കും അത് സന്തോഷത്തിന്റെയും കണ്ണുനീർക്കണങ്ങളുടെയും സമ്മിശ്രമായ അനുഭവങ്ങളായിരുന്നു. എന്നാൽ അവിടെയെല്ലാം ദൈവത്തിന്റെ കരം നമ്മോട് കൂടെ ഇരുന്ന് ദൈവം നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്നത് ഓർക്കുമ്പോൾ ദൈവപ്രവൃത്തികളുടെ മുമ്പിൽ നമ്മെ തന്നെ ഒന്നുകൂടെ ആത്മപരിശോധന നടത്തുന്ന ദിവസങ്ങളാ. ദൈവം നമുക്ക് വേണ്ടി ഇത്രയും
എന്തൊക്കെയൊക്കെ ചെയ്തു. എന്നാൽ ഇന്ന പകൽ ഇവിടെ ഇരുന്നുകൊണ്ട് ചോദിക്കണം, ദൈവത്തിന് വേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഹൃദയത്തിനകത്തുനിന്ന് ഉരുവിട്ടുകൊണ്ട് വേണം ഇന്ന് പകൽ ദൈവസന്നിധിയിലായിരിക്കാൻ എന്ന് ഞാൻ പ്രാരംഭത്തിൽ ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഞാൻ വളരെ വേഗത്തിൽ ദൈവം എന്നെ ഏൽപ്പിച്ച ദൈവജനത്തിലേക്ക് പ്രവേശിക്കുക. ഞാൻ രണ്ട് കാര്യങ്ങൾ അതിന് മുൻപായി ഒന്ന് പറഞ്ഞോട്ടെ. ദൈവത്തിന്റെ മക്കളെ, എന്റെ കർത്താവ് ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ആലോചന നിങ്ങളുടെ മധ്യ പങ്കുവെക്കാൻ ദൈവദാസൻ എനിക്കൊരു സമയം തന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഞാൻ പോകത്തില്ല. സ്തോത്രം, മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പൊ ഒന്നാമത് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എവിടം വരെ ഈ പുള്ളി പോകുമെന്നോർത്ത് ആരും പേടിച്ച് ഇരിക്കണ്ട എന്നാ പറഞ്ഞേ. സ്തോത്രം. ഇനി രണ്ടാമത് പറയാൻ പോകുന്ന കാര്യം, സ്തോത്രം, ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ലളിതമായിട്ടാണ് പറയാൻ പോകുന്നത്. സ്തോത്രം. കാരണം ഇന്ന് പകല് പാസ്റ്റർ തന്ന സമയം കഴിഞ്ഞ് നമ്മൾ യോഗം കഴിഞ്ഞ് പോകുമ്പോൾ ആ പുള്ളി എന്താ വന്ന് പറഞ്ഞേച്ചു പോയെന്ന് ചോദിക്കാനിടയാകരുത്. സ്തോത്രം. ഹൃദയത്തിനകത്ത് ഇതൊന്നും പതിയണം. കാരണം വചനമകത്തോട്ടൊന്ന് കേറിയാൽ ദൈവത്തിന്റെ വിടുതൽ തന്നെ നടന്നു. ക്രൈസ്തലോ. അതുകൊണ്ട് വചനം നമ്മുടെ ഉള്ളിലേക്ക് ക്രിയ ചെയ്യാൻ തക്കവണ്ണം വളരെ ലളിതമായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. സ്തോത്രം, ക്രൈസ്തലോ. ഇനി മൂന്നാമത്തെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. സ്തോത്രം. നമ്മുടെ പെന്തക്കോസ്തുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. എത്ര ദൂത് കേട്ടാലും നമ്മൾ പറയും നമ്മളുമായിട്ടൊരു ബന്ധവുമില്ല, പുറകിലിരിക്കുന്ന അമ്മാമ്മയോട് അപ്പുറത്തിരിക്കുന്ന അച്ഛനോടാന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് താന്നു കൊടുക്കാറുണ്ട്. അവിടെ മാത്രമേ നമ്മളെ താഴത്തുള്ളൂ, വേറെ എങ്ങും താഴത്തില്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പകൽക്കാലം അങ്ങനൊന്നും വേണ്ട, നമുക്കുള്ളത് അങ്ങ് ഏറ്റെടുത്താൽ മതി. സ്തോത്രം. മറ്റുള്ളവർ അവർക്കുള്ളത് ഏറ്റെടുത്തോളൂ. സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കാൻ പോകുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, നിങ്ങളുടെ മധ്യ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ദൈവസഭയിലെ ഒരു ശുശ്രൂഷകനായിട്ട് 30 വർഷമായി. സ്തോത്രം. എന്നാൽ ഒരു സഭയുടെ പാസ്റ്റർ ആകാൻ ആഗ്രഹിക്കാത്ത ആളാ ഞാൻ. അതുകൂടെ ഒന്ന് പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങാം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവിടെ കഞ്ഞിക്കുഴി സഭയിലെ അംഗമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. സ്തോത്രം. എന്റെ 3 വയസ്സുള്ളപ്പോഴേ ഞങ്ങളുടെ വീട്ടുകാർ പെന്തക്കോസിലോട്ട് വന്നേ. സ്തോത്രം. അന്ന് മുതൽ ഈ പെന്തക്കോസിനകത്തുണ്ട്. സ്തോത്രം. അന്ന് ഈ ഫ്രണ്ടിൽ നിന്ന് സാക്ഷി പറയുന്ന സമയത്ത് കുഞ്ഞുങ്ങളൊക്കെ സാക്ഷി വന്ന് പറയുന്ന കൂട്ടത്തിൽ ഞാനും ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ സഭയിൽ അന്ന് ഏതൊരു പ്രവാചകം വന്നാലും എന്നെ വെറുതെ വിട്ടിട്ടില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ. വരുന്ന പ്രവാചകൻ ഇന്നത്തെ പോലല്ല. അന്ന് വരുന്നവരെല്ലാം വന്നിരിക്കുമ്പോൾ മുതലേ അങ്ങ് പ്രവചിക്കാൻ തുടങ്ങും. സ്തോത്രം. സാക്ഷ്യം പറയാൻ എഴുന്നേൽക്കുമ്പോഴേ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പ്രവചിക്കാൻ തുടങ്ങുമല്ലോ. അങ്ങനെ ഞാൻ ഈ എവിടെ നിന്ന് സാക്ഷ്യം പറയാൻ നിന്നാലും ഞങ്ങളുടെ സഭയിൽ വരുന്ന എല്ലാ പ്രവാചകനും എന്നോട് പറഞ്ഞു, നീ ഒരു സുവിശേഷകനാകും, നീ ഒരു കർത്താവിന്റെ ദാസനാകും. അപ്പൊ ചെറുപ്പം മുതൽ ഞാൻ കേട്ടു വളർന്നൊരു സാധനമാണ് ഒരു കർത്താവിന്റെ വേലക്കാരനാണ്. സ്തോത്രം. അതുകൊണ്ട് ജീവിതത്തിൽ ഒത്തിരി ഗുണമുണ്ടായി. അതിനൊന്ന് ഞാൻ പറയാം, ഈ കേട്ടു വളർന്നത് മുഴുവൻ കർത്താവിന്റെ വേലക്കാരനാണ് എന്നതുകൊണ്ട്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിന്റെ ആ ചെറിയ പ്രായങ്ങളിലും യൗവന പ്രായങ്ങളിലും ഒന്നും വേണ്ടാത്ത ഒരു വഴിയിലും പോകാൻ ദൈവം അനുവാദം തന്നില്ല. സ്തോത്രം. അത് ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഞാനത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, വിസ്തരിക്കുന്നില്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സ്തോത്രം. ഞാൻ ഇങ്ങനെ മുമ്പോട്ട് വന്നപ്പോ ഞാൻ ഈ ദൈവദാസന്മാരിലേക്കൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. കാരണം നാളെ ഞാനും ആരാകേണ്ട ആളാ? പാസ്റ്റർ ആകേണ്ട ആളാ, അല്ലേ? അപ്പൊ അതുകൊണ്ട് സഭ വരുന്ന ദൈവദാസന്മാരെ, ഞങ്ങളുടെ പാസ്റ്റർമാരെ ഒക്കെ ഞാൻ വളരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എന്തിനാന്ന് ചോദിച്ചാൽ നാളെ പാസ്റ്റർ ആയാൽ എന്തെങ്കിലും പ്രയോജനപ്പെടുമല്ലോ എന്നോർത്താ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊരു തീരുമാനത്തിലെത്തി. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വേല ചെയ്യണമെന്നുള്ള വിളി കിടക്കുന്നത് കൊണ്ട് അതിനെ മറുതലിക്കാൻ പറ്റത്തില്ലെന്നറിയാം. അതുകൊണ്ട് തീരുമാനിച്ച തീരുമാനം ഇങ്ങനെയാണ്, ഒരു ദൈവത്തിന്റെ വേലക്കാരനാകാം, പക്ഷെ ഒരു സഭയിലെ പാസ്റ്റർ ആകത്തില്ല. ഈ പാസ്റ്റർമാരുടെ ദുരിതവും ബുദ്ധിമുട്ടും ഒക്കെ ജീവിതത്തിൽ കണ്ടപ്പം അന്ന് തീരുമാനിച്ചതാണ്, ഒരു സഭയില് പാസ്റ്റർ ആകത്തില്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, 30ാമത്തെ വർഷമാണ് പാസ്റ്റർ ആയിട്ട്. അപ്പൊ നമ്മുടെ ആഗ്രഹം ഒരിടത്ത് കിടക്കും, ദൈവത്തിന്റെ ആഗ്രഹം സഫലമാകും. വിശ്വസിക്കുന്നവരൊക്കെ ദൈവത്തിന് സ്തോത്രം പറയാം. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാൻ ഇത്രയും പറഞ്ഞു വരുന്നേ. സ്തോത്രം. ഞാൻ മുളക്കര വേദപഠനശാലയെ ദൈവജനം പഠിച്ച് ഞങ്ങളുടെ ആ കോഴ്സിന്റെ സമാപന സമയമായപ്പോ 21 ദിവസം ഉപസിച്ച് പ്രാർത്ഥിക്കുക. കാരണം മുമ്പോട്ട് എങ്ങനെ പോകണ്ടെന്ന് അറിയത്തില്ല. സ്തോത്രം. കാരണം ഞാൻ ആ നിലയിൽ എത്താൻ ദൈവം എന്നെ ഒരുക്കിയെടുത്ത് ഒത്തിരി അനുഭവങ്ങളുണ്ട്. ചെറുപ്പത്തിൽ എൻ്റെ പിതാവും മാതാവും ഒക്കെ മരിച്ചു. ഞാൻ വീട്ടിലെ ഇളയാളാ. ഒത്തിരി ജീവിതാനുഭവമുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സ്തോത്രം. അപ്പം മുളക്കര വേദപഠനശാലയിലെ പഠനത്തിന്റെ അവസാന സമയത്ത് 21 ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ
ഒരു രാത്രി 11 മണി കഴിഞ്ഞ സമയത്ത് ആ ചാപ്പലിൽ എന്റെ തൊട്ടടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസൻ എന്നോടൊരു ദൂത് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ദൂത് ഇങ്ങനെയാണ്: നിനക്ക് സഭാ ശുശ്രൂഷയില്ല. കേട്ടോ പാസ്റ്റർ, സഭാ ശുശ്രൂഷ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്നോട് പറഞ്ഞ ദൂത് എന്താണെന്നറിയോ? നിനക്ക് സഭാ ശുശ്രൂഷ ഇല്ല. സ്വതം ഈ ആൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുള്ളി അങ്ങ് പോയി. ഞങ്ങളുടെ റൂമിനകത്ത് കിടന്നുറങ്ങിയ മറ്റൊരു ദൈവദാസൻ, അദ്ദേഹം അമേരിക്കയിലാണ്. ആ ദൈവദാസൻ തന്റെ ജീവിതത്തിന്റെ ഒത്തിരി ശോധനകളിലൂടെ കടന്നു പോകുന്നൊരു സമയമാണ്. അദ്ദേഹത്തെ ആ രാത്രി തമ്പുരാനെ കിടക്കയിൽ തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, ഈ ചാപ്പലിൽ ഒരാൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങോട്ട് പോയി ഒരു ദൂത് പറയാൻ പറഞ്ഞു. തമ്പുരാൻ ഒരു ദൂത് കൊടുത്തു. ആ മനുഷ്യൻ ഇദ്ദേഹം എഴുന്നേറ്റ് പോയി 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ വന്നിരുന്നിട്ട് എന്നോട് പേര് പറഞ്ഞു. എന്റെ പേര് സജി എന്ന. സജി, നിന്നോടൊരു ദൂത് പറയാൻ ഉറക്കത്തിൽ നിന്ന് തമ്പുരാൻ നിന്നെ തട്ടി എഴുന്നേൽപ്പിച്ചു വിട്ടതാ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി പറഞ്ഞ ദൂത്: നീ തകർന്നു കിടക്കുന്ന ഒത്തിരി സഭ പണി. 5 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ 2 വ്യത്യസ്ത ദൂത് കേട്ടാൽ ഏറെ ഏറ്റെടുക്കുക വെച്ചാ നമുക്കുള്ള കുഴച്ചിൽ അതാ. സ്തോത്രം, പ്രൈസലോ. അന്ന് എന്നെ തമ്പുരാൻ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. സ്തോത്രം, അതെന്താണെന്നറിയോ? ദൈവഹിതത്തിന് വേണ്ടി താണിരുന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി സമയം ഈ 8ാമത്തെ ദിവസം ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട് ആത്മാവിലെ ആരംഭത്തിൽ ഞാനൊരു ദൂത് പറയുക: ദൈവഹിതമേ നടക്കത്തുള്ളൂ. സ്തോത്രം. നമ്മുടെ ഹൃദയത്തിനകത്ത് എത്ര ചിന്തകൾ അങ്കുരിച്ചു വന്നാലും ആ ചിന്തകളൊക്കെ അസ്ഥാനത്താണ്. എന്നാൽ ഇന്ന് പകൽ ദൈവാത്മാവ് നമ്മോടൊരു ദൂത് പറയുക: ദൈവത്തിന്റെ ആലോചന നടത്തപ്പെടാൻ പോവുകയാണ്. അത് നമ്മിൽ മാത്രമല്ല, നമുക്കുള്ളതിലും അത് നിവർത്തിക്കപ്പെടുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഞാൻ എന്റെ പ്രാർത്ഥനയൊക്കെ തുടങ്ങി, ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ എന്റെ ചിന്തകളെല്ലാം മാറ്റിവെച്ചു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ 1996 ഓവർസറും ഞങ്ങളും ഒക്കെ ഒരേ ബാച്ചിൽ പഠിച്ചവര്. 96 സ്തോത്രം എനിക്കൊരു അപ്പോയിന്റ്മെന്റ് കിട്ടി. അത് മേലുകാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. മേലുകാവ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. മേലുകാവിന്റെ അങ്ങ് മലമൊണ്ടിൽ സ്തോത്ര കോലാനി എരുമാപ്പുറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. നമുക്ക് കോലാനി സ്തോത്രം. അന്ന് ബസ്സൊന്നും ഇല്ല അങ്ങോട്ട്. ബസ് ഇറങ്ങുന്നിടത്തുനിന്ന് 4 കിലോമീറ്റർ മലമണ്ട ചെല്ലണം. സ്തോത്രം. ആദ്യത്തെ ഞായറാഴ്ച സഭായോഗം നടത്താൻ ഞാൻ ഞായറാഴ്ച രാവിലെ ചെന്നേ. എന്റെ കൂടെ ഒരാളുണ്ടായിരുന്നു. സ്തോത്രം. ഞങ്ങൾ 2 പേരും കൂടെ അവിടെ ചെന്ന് ഈ മലയൊക്കെ കയറി വഴിയില്ലാത്ത ആ നടപ്പാതകളിൽ കൂടെ അവിടെ ചെന്ന് സ്തോത്രം ആ സഭാഹോളിനകത്ത് ചെന്ന് ആദ്യത്തെ ആരാധന നടത്തിയച്ച് പുറത്തോട്ടിറങ്ങിയിട്ട് എന്റെ കൂടെ കൊണ്ടുപോയ പെന്തക്കോസ്തുകാരനല്ലാത്ത സ്തോത്രം ഒരാള് എന്റെ കൂടെ ഉണ്ട്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, വന്നത് വന്നു, പരിപാടി നിർത്തി. ഇത് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ ഉടനെ അദ്ദേഹം എന്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുന്ന കണ്ടു. എന്നിട്ട് അദ്ദേഹം ഒരു ദൂത് പറഞ്ഞു. പ്രവാചകനല്ല, പെന്തക്കോസ്തുകാരൻ പോലും അല്ല. സ്തോത്രം. പക്ഷെ പുള്ളി പറഞ്ഞ ദൂത് കൃത്യമായിരുന്നു. പുള്ളി എന്നെ നോക്കിയിട്ട് പറയുക, ഇത് പണിയാനാണോ ദൈവം നിന്നെ വിട്ടെന്ന് ആർക്കറിയാം. അന്ന് രാത്രി 2ാമത് കേട്ട ദൈവശബ്ദം, പ്രൈസ് ദി ലോർഡ്, ആ മനുഷ്യന്റെ നാവിൽ കൂടെ വീണ്ടും ദൈവാത്മാവ് വിട്ടിട്ട് പറയുക, ഇത് പണിയാനാണോ ദൈവം നിന്നെ വിട്ടെന്ന് ആർക്കറിയാം. ഇന്ന് രാവിലെ സമയം ഞാൻ അടുത്തൊരു വാക്കൂടെ പറയാം. ദൈവം പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടുന്നു. ദൈവത്തിന്റെ ആലോചനയ്ക്ക് മാറ്റമില്ല. ആര് പറഞ്ഞാലും മാറ്റമില്ല. ഞാനിവിടെ നിന്ന് പറയുന്ന ദൂത് നാളെ മറ്റൊരു ദൈവദാസം വന്ന് പറഞ്ഞാലും നിങ്ങളോട് പറയാം, ദൈവം കണ്ട ദൂത് ദൈവം പറഞ്ഞിരിക്കും. സ്തോത്രം. വിശ്വസിക്കുന്നവരൊക്കെ ദൈവത്തിനുള്ള സ്തോത്രം പറയാം. പ്രൈസ് ദി ലോർഡ്. അന്ന് നിർത്താൻ പ്ലാൻ ചെയ്ത പരിപാടിയാണ് 30 വർഷമായിട്ട് തുടരുന്നത്. സ്തോത്രം. ഒരു പുതിയ സഭയിലും പോയില്ല. പോയതെല്ലാം ദൈവസഭയുടെ പഴയ സഭകളിലൂടെയാണ്. സ്തോത്രം. തകർന്നു കിടക്കുന്ന ഒത്തിരി അനുഭവങ്ങളിലൂടെയാണ് ദൈവം വിട്ടത്. സ്തോത്രം. ഞാൻ ഒന്നും വിവരിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ ആലോചന ശാശ്വതമാണ്. ഇന്ന് രാവിലെ സമയം ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെയോ ദൈവാത്മാവ് ആ ദൂതിലൂടെ സംസാരിക്കുകയാ. ദൈവം പറഞ്ഞതൊന്നും വ്യാജമല്ല. ദൈവം പോഷ്ക സംസാരിക്കുന്ന ദൈവമല്ല. വിശ്വസിക്കുന്ന ദൈവമക്കളുടെ ദൈവം പറയുന്നു, ദൈവത്തിനൊരു പ്രവൃത്തി ചെയ്യാനുണ്ട്. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം പറയണം. ഇനി നമ്മുടെ ചിന്തകളിലേക്ക് നമ്മൾ വരാൻ പോവുകയാണ്. സങ്കീർത്തന പുസ്തകത്തിലേക്ക് വരാം. 66ാമത്തെ സങ്കീർത്തനം. അതിൽ ഏറ്റവും അവസാനത്തെ 2 വാക്യങ്ങളാണ്. 19, 20 വാക്യങ്ങൾ വായിച്ചു. എല്ലാവർക്കും പരിചയമുള്ള വാക്യല്ലേ അല്ലേ? ഒന്നിച്ചൊന്ന് പറയാമോ? എന്നാൽ ദൈവം
കേട്ടിരിക്കുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്നാ ദൈവം കേട്ടിരിക്കുന്നു. ആ, എന്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. അടുത്ത വാക്ക് പറയുകയാണ്, എന്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും, എന്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തന്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? സ്തോത്രം. ഇനി നിങ്ങളുടെ ശ്രദ്ധ എല്ലാം ഇങ്ങോട്ടും തിരിച്ചേരെ. ഇനി ആ ശ്രദ്ധ എല്ലാം ഇങ്ങോട്ട് തിരിച്ചേരെ. ഞാൻ പറയുമ്പോൾ മാത്രം ഇനി ബൈബിളിലേക്ക് നോക്കിയാൽ മതി. സ്തോത്രം. അവിടെ നമ്മൾ വായിച്ചു കേട്ടത് ഇങ്ങനെയാണ്, എന്റെ പ്രാർത്ഥനാ ശബ്ദം ദൈവം കേട്ടു. അല്ലേ? എന്റെ പ്രാർത്ഥന ദൈവം ശ്രദ്ധിച്ചു. എന്റെ പ്രാർത്ഥനയുടെ ശബ്ദം ദൈവം കേട്ടു. എല്ലാവരും ശ്രദ്ധിച്ചോണേ. എന്റെ പ്രാർത്ഥന ദൈവം എന്ത് ചെയ്തു? ശ്രദ്ധിച്ചു. എന്റെ പ്രാർത്ഥനയുടെ ശബ്ദം ദൈവം എന്ത് ചെയ്തു? കേട്ടു. ഇനി മൂന്നാമത് പറയുകയാണ്, എന്റെ പ്രാർത്ഥന ദൈവം എന്ത് ചെയ്യുന്നില്ല? തള്ളിക്കളയുന്നില്ല. തള്ളിക്കളയുന്നില്ല. എന്റെ പ്രാർത്ഥന ദൈവം എന്ത് ചെയ്യുന്നില്ല? തള്ളിക്കളയുന്നില്ല. അടുത്ത വാക്ക് പറയാണ്, തന്റെ ദയ അതെന്റെ മേൽ നിന്ന് എടുത്തു മാറ്റുന്നില്ല. ദൈവത്തിന്റെ ദയ എന്റെ മേൽ നിന്ന് എനിക്കുള്ളതിന്മേൽ എടുത്തു മാറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ദൈവത്തിന്റെ നാമത്തെ വാഴ്ത്തുകയാണ്. ഈ 8ാമത്തെ പകലിൽ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ സ്തോത്രം പറയാൻ, ഈ ആണ്ടിന്റെ അവസാനം സമയം വേർതിരിച്ച് ഇവിടെ വന്നിരുന്ന ദൈവത്തെ സ്തുതിക്കാൻ കാരണം എന്താണെന്നറിയാമോ? ഞാൻ അതിന്റെ അവസാനത്തെ പദം ഇങ്ങനെ ചേർത്ത് പറയാം, അവിടുത്തെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടില്ല. ഉറപ്പുള്ളവരെല്ലാം കാര്യം ഉയർത്തി ദൈവത്തിന് നന്ദിയോടും സ്തോത്രം പറഞ്ഞാതെ. നീ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ച്, ബൈബിളിലെ വാക്യല്ലേ നമ്മൾ വായിച്ചേ? അല്ലേ? ആ വാക്യം എന്നാ പറഞ്ഞേ? ദൈവം നമ്മുടെ പ്രാർത്ഥന, 19ാമത്തെ വാക്യം പറ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഇനി ഇങ്ങോട്ട് പോരെ. നമ്മൾ പ്രാർത്ഥിച്ചില്ല. ഇപ്പോഴും പാസ്റ്റർ ഒത്തിരി വിഷയങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. നമ്മൾ ആ വിഷയങ്ങളൊക്കെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. അത് സഭയെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഇനി മറ്റു പ്രാർത്ഥനകളുണ്ട്. നമ്മുടെ വീട്ടിനകത്ത് നമ്മൾ ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന ഭവനത്തിലെ പ്രാർത്ഥന, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ നിലകളിലെ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ പ്രാർത്ഥനകളെല്ലാം നമ്മൾ ആരോട് സംസാരിക്കുന്നതാ? ദൈവത്തോട് സംസാരിക്കുന്നതാണ്. അല്ലേ? ഇവിടെ പാസ്റ്റർ പറഞ്ഞപ്പോൾ ഇവിടെ ഒരാൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചെങ്കിലും നമ്മളെല്ലാം അതിന് ആമയും പറഞ്ഞു, സ്തോത്രം പറഞ്ഞു പങ്കു ചേർന്നപ്പോഴും നമ്മളെല്ലാവരും കൂടെ ആ വിഷയം അങ്ങോട്ട് കൊടുക്കുമായിരുന്നു, ദൈവത്തിന്റെ അടുക്കലേക്ക് കൊടുക്കുക. അല്ലേ? ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തിന്റെ സന്നി കൊടുത്തോണ്ടിരിക്കുക. ഇവിടെ സങ്കീർത്തനക്കാരൻ ആ വാക്കിനെ ഒന്ന് എടുത്തിട്ട് പറയുകയാണ്, ദൈവം കേട്ടു. നമ്മളിവിടെ കഴിച്ച പ്രാർത്ഥന, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കഴിക്കുന്ന പ്രാർത്ഥന, നമ്മുടെ കുടുംബത്തിൽ കഴിക്കുന്ന പ്രാർത്ഥന, ഈ പ്രാർത്ഥനകളെല്ലാം നമ്മുടെ ദൈവം എന്ത് ചെയ്തു? ഉറപ്പാണോ? ഉറപ്പുള്ളവരൊക്കെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ നന്ദിയോടൊന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ഇനി അടുത്തൊരു ചോദ്യം. പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള സംസാരമാണല്ലോ. അല്ലെ? നമ്മളിവിടെ ഇരുന്ന് പറയില്ലെന്നോ, ദൈവമേ എന്ന് വിളിച്ച്, അല്ലേ, തുടങ്ങി, അല്ലേ, എല്ലാം കേട്ടെന്ന് പറഞ്ഞ് ഏറ്റവും അവസാനം അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് ആമേൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിർത്തിയല്ലോ. അപ്പൊ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ റെന്നി പാസ്റ്ററുമായിട്ട് സംസാരിക്കുക. ഞാൻ റെന്നി പാസ്റ്ററെ ഫോൺ ചെയ്തു. പാസ്റ്റർ ആ ഫോൺ എടുത്തു. ഞാൻ ഹലോ എന്ന് വെച്ചു. ഒരു വാക്കും ഈ പാസ്റ്റർ മിണ്ടുന്നില്ലേ? എനിക്ക് എന്തോ തോന്നും. നിങ്ങൾ വിളിച്ചിട്ട് പാസ്റ്റർ ഒന്നും മിണ്ടിയില്ലല്ലോ, എന്തോ തോന്നാനല്ലേ? ഇവിടെ നിന്നും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ദൈവസന്നിധിയിൽ നമ്മൾ പറഞ്ഞ വാക്ക് ദൈവം കേട്ടിട്ട് എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, എന്തോ മറുപടി പറഞ്ഞു? വല്ലതും പറഞ്ഞു? ആന്റി ഇങ്ങോട്ടൊന്ന് വന്നേ, വല്ലതും പറഞ്ഞോ? രാവിലെ പ്രാർത്ഥിച്ചില്ലേ? വ്യക്തിപരമായി പ്രാർത്ഥന ദൈവസന്നിധി കഴിച്ചില്ലേ? ഇവിടെ നിന്ന് ദൈവത്തോട് ചോദിച്ചില്ലേ? അത്തരം എന്തോ മറുപടിയാ പറഞ്ഞേ? സംസാരിക്കാത്ത ഒരു ദൈവത്തിന്റെ മുമ്പിലാണോ നമ്മൾ പോയി കാര്യം പറയുന്നത്?
അല്ല. തിരുവെടുത്ത് വളരെ വ്യക്തമായി പറയുന്ന ഒരു വാക്ക് ഞാൻ പറയാം. അവരുടെ ദൈവത്തിന് ചെവി ഉണ്ടെങ്കിലും അത് കേൾക്കത്തില്ല, അതിന് കണ്ണുണ്ടെങ്കിലും കാണത്തില്ല, അതിന് മൂക്കുണ്ടെങ്കിലും മണക്കത്തില്ല. പക്ഷെ നിന്റെ ദൈവം കേൾക്കുന്ന ദൈവമാണെന്ന് ഇവിടെ പറഞ്ഞേ. നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞേ. പ്രാർത്ഥനയുടെ സ്വരം കേൾക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ എന്റെ ചോദ്യം, ആ പ്രാർത്ഥനയ്ക്ക് എന്താ ദൈവം മറുപടി പറഞ്ഞേ? 2025 പോവല്ലേ ആന്റി? 24 പ്രാർത്ഥിച്ച വിഷയത്തിന് ഇപ്പോഴും മറുപടി കിട്ടാതെ കിടപ്പില്ലേ? ഇല്ലേ? ഇല്ല. 20 പ്രാർത്ഥിച്ചതിന് ഇപ്പോഴും മറുപടി കിട്ടാത്ത വിഷയമില്ലേ? ഇല്ലേ? ദൈവം കേട്ടോ? എന്നാ ഉറപ്പ്? കേട്ടെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ വന്നിരുന്ന് എന്നും ഗ്ലോറി പറഞ്ഞാൽ പോരാ. സ്തോത്രം. അതിനൊരു ഉറപ്പൂടെ വേണം. സ്തോത്രം. ഇല്ലെങ്കിൽ ഇച്ചിരി സംശയവും പതറിച്ചയും ഒക്കെ വരാൻ സാധ്യത ഉണ്ട്. സ്തോത്രം. അതുകൊണ്ടുകൂടെയാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. ഇന്ന് പകൽ നമ്മോട് സംസാരിക്കുന്ന ഒരു ദൈവത്തെയാ നാം വിളിച്ചപേക്ഷിക്കുന്നത്. ഞാൻ ആ വാക്കിന് ഒന്നുകൂടെ എടുത്ത് പറയാം. സങ്കീർത്തനക്കാരൻ പറഞ്ഞിങ്ങനെയാ, ദൈവം കേട്ടു. അടുത്ത വാക്ക് പറയുക, കേൾക്കുക മാത്രമല്ല, ശ്രദ്ധിച്ചു. നമ്മൾ വീട്ടിലിരുന്നപ്പോ ഒരു ശബ്ദം കേട്ടു. എന്തെല്ലാം ശബ്ദം കേൾക്കുന്നുണ്ടല്ലേ? പക്ഷെ ചില ശബ്ദം നമ്മൾ എന്ത് ചെയ്തു? കേട്ടതല്ലാതെ ഒന്നുകൂടെ എന്ത് ചെയ്തു? ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റത്തില്ലേ? അയലോക്കത്തെ വീട്ടിൽ നിന്നൊക്കെയാ വരുന്നെങ്കിൽ ഇച്ചിരി കൂടെ അടുത്തങ്ങ് ചെന്ന് കാരണം അത് അറിഞ്ഞില്ലേ പിന്നെ നമുക്കൊരു അങ്ങനെ സ്തോത്രം, മനുഷ്യനല്ലേ, പോട്ടെ, സ്തോത്രം, ക്രൈസ്തലം. അപ്പൊ നമ്മുടെ തമ്പുരാന് നമ്മൾ പറയുക, കേൾക്കുക മാത്രമല്ല, എന്നെ ഈ പറയുന്നതെന്ന് ശ്രദ്ധിച്ചു. അങ്ങനാണെങ്കിൽ ഇന്ന് പകൽക്കാലം ധൈര്യത്തോടെന്ന് പറഞ്ഞ്, എന്റെ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കുക മാത്രമല്ല, അതിനകത്ത് എന്താ പറഞ്ഞു എന്ന് തമ്പുരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്റെ ദൈവം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ എത്ര പേർക്ക് ധൈര്യത്തോടെ ഉറപ്പോടെ പറയാൻ കഴിയും, ദൈവം അത് ശ്രദ്ധിച്ചിട്ടുണ്ട്? ഞാൻ ആ വാക്കിലേക്ക് വീണ്ടും വരാം. പക്ഷേ അടുത്തൊരു പദം കൂടെ ചേർത്ത് പറയാം. അടുത്തൊരു ഉറപ്പോടെ നമ്മോട് പറഞ്ഞു, തള്ളിക്കളയത്തില്ല. കേട്ട ദൈവം, ശ്രദ്ധിച്ച ദൈവം പറയുക, കുഞ്ഞ്, നിന്റെ പ്രാർത്ഥന മാറ്റി വെക്കത്തില്ല, തള്ളിക്കളയത്തില്ല, അതിനെ ഉപേക്ഷിക്കത്തില്ല. ഈ ഉറപ്പാ നമ്മുടെ മേൽ കിടക്കുന്നത്. ഇന്ന് പകൽ സഭയ്ക്ക് വേണ്ടി കഴിച്ച പ്രാർത്ഥനയാകട്ടെ, കുടുംബങ്ങൾക്ക് വേണ്ടി കഴിച്ച പ്രാർത്ഥനയാകട്ടെ, ദൈവജനത്തിന് മുമ്പിൽ കഴിച്ച പ്രാർത്ഥനയാകട്ടെ, ഏത് പ്രാർത്ഥനയുമാകട്ടെ, ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന തമ്പുരാൻ തന്റെ ജനത്തോട് പറയുക, നിന്റെ പ്രാർത്ഥന കേട്ടവൻ അതിനെ ശ്രദ്ധിച്ചവനാണെങ്കിൽ ഇന്ന് പകൽ പറയുക, അവൻ അതിനെ തള്ളിക്കളയുന്നതിനുമല്ല. ദൈവം തള്ളിക്കളയത്തില്ലെങ്കിൽ അതിന് മറുപടി ഉണ്ടോ? ഉണ്ട്. മനുഷ്യൻ പറഞ്ഞതിനൊക്കെ മാറ്റം വരാം, പക്ഷെ തമ്പുരാൻ പറഞ്ഞതിന് മാറ്റം വരത്തില്ല. നമ്മുടെ തലമുറയെ നോക്കി ദൈവം പറഞ്ഞതിന് മാറ്റം വരത്തില്ല. നമ്മുടെ ശരീരത്തെ നോക്കി തമ്പുരാൻ പറഞ്ഞതിന് മാറ്റം വരത്തില്ല. ഈ സഭയെ നോക്കി ദൈവം പറഞ്ഞതിന് മാറ്റം വരത്തില്ല. ഇന്ന് പകലും ദൈവദാസൻ ഇവിടെ പറഞ്ഞു, വാഗ്ദത്തങ്ങൾ ഒത്തിരി ദൈവം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് പകൽ അതിനെ ചേർത്ത് പിടിച്ചോണ്ട് പറയാം, ദൈവം പറഞ്ഞതിനൊന്നും മാറ്റം വരത്തില്ല. വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തിന് സ്തോത്രം പറ. ഇന്ന് പകലും ആത്മാവിനും കൂടെ പറയാം, ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മധ്യം വെളിപ്പെടുക തന്നെ ചെയ്യും. എന്നാൽ നാം അതിനുവേണ്ടി ഒരുക്കപ്പെടണം. ഞാനിവിടെ വാഴൂര് 14 മൈലില് ഒരു 5 വർഷം പാസ്സായിട്ടിരുന്ന ചർച്ച ബോർഡിന്റെ ദൈവദാസൻ ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കുഞ്ഞുങ്ങളൊക്കെ അഭിഷേകം പ്രാപിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. സ്തോത്രം. ഞാനൊരു കാര്യം പറയാം. സ്തോത്രം. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ 21 ദിവസം ഇതുപോലൊരു ഉപവാസ പ്രാർത്ഥന വെച്ചു. ഞങ്ങളുടെ സഭയിൽ ഒരു സഹോദരനുണ്ട്. അദ്ദേഹം മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസത്തിലേക്ക് വന്ന ഈ സഹോദരൻ പലപ്പോഴും ഉപവാസം വെക്കുമ്പോൾ എന്നോട് പറയും, പാസ്റ്റർ, എനിക്കൊരു പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം. പുള്ളി ജോലിയൊക്കെ വിട്ട് വന്ന ഉപവാസത്തോടെ അവിടെ ഇരിക്കും. പക്ഷെ ഉപവാസ പ്രാർത്ഥന കഴിയും, പുള്ളിക്ക് അഭിഷേകവും കിട്ടത്തില്ല, പരിപാടിയൊന്നും നടക്കത്തില്ല. അപ്പം പല ദൈവദാസന്മാരെ അതിനുവേണ്ടി കൃപാവര പ്രാപ്തരെന്ന് പറയുന്നവരെ വിളിച്ചുകൊണ്ട് വന്ന് ആ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. പക്ഷെ പുള്ളി അഭിഷേകം പ്രാപിച്ചിട്ടില്ല. ഒരു ദിവസം 21 ദിവസം ഉപവാസ പ്രാർത്ഥനയാണ്. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ ഇപ്രാവശ്യം ഒരു പ്രാർത്ഥിക്കാൻ പോകാന്ന് പറഞ്ഞു. ആള് ഭയങ്കര സൈസാ. ഞാൻ പറഞ്ഞു, ഉപവസിക്കാൻ പറഞ്ഞു. ഉപവാസം തുടങ്ങി 2ാമത്തെ ദിവസമായപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് എന്തെങ്കിലും ആഹാരം തരണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും തരത്തില്ല. ഇനി ഇതിനിടയ്ക്ക് തട്ടിപ്പോയാൽ
എന്റെ ചെലവിൽ 21 ദിവസവും മോർച്ചറി വെച്ചിട്ട് ഉപവാസം കഴിഞ്ഞ് അടക്കത്തുള്ളെന്നും പറഞ്ഞു. എന്തായാലും പുള്ളി അങ്ങ് ഇരുന്നു. 9ാമത്തെ ദിവസം നടന്നൊരു സംഭവം ഞാൻ പറയാം. ശാന്തമായിട്ട് ദൈവാത്മാവ് ഇങ്ങനെ വചനം ഉരുവിട്ടുകൊണ്ടിരുന്നപ്പോ സംസാരിച്ച ഭാഗം ഇതാ. സ്തോത്രം. അപ്പന്റെ അനുഗ്രഹം മേടിച്ചോണ്ട് പോയ യാക്കോബിനെ കുറിച്ച് പറഞ്ഞപ്പോ അവിടെയൊക്കെ പുള്ളി ഒത്തിരി വേഷം കെട്ടലുകളൊക്കെ നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഞാൻ കൊണ്ടൊന്നും പോകുന്നില്ല. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് യാബോക്ക് തീരത്ത് വന്ന് നിന്നപ്പോ നൂതനമായിട്ടുള്ള മല്ലുപിടുത്തം നടക്കുന്ന സമയത്ത് ഒരു ചോദ്യം ചോദിച്ചു. നിന്റെ പേരെന്ന് പറയണം, വേറൊന്നും അറിയണ്ട, അല്ലേ? സ്തോത്രം. ഞാൻ യാക്കോബാന്ന് പറഞ്ഞു. ഇതാ ശരിക്കും പറഞ്ഞപ്പോ അന്ന് അവിടെ സംസാരിച്ച ദൂതൻ. പക്ഷെ ഈ വചനം വളരെ ശക്തമായി ജനത്തിന്റെ ഇടയിൽ വ്യാപരിക്കുന്നത് മനസ്സിലായി. പ്രസംഗിച്ച് നിർത്തിയോ എന്ന് ചോദിച്ചാൽ നിർത്തിയതല്ല, ദൈവത്തിന്റെ ആത്മാവോടെ ഒന്ന് അവസാനിപ്പിച്ചതുപോലെ ഈ വാക്കുകൾ അവസാനിക്കുകയും ഈ മനുഷ്യൻ ചാടി എഴുന്നിട്ട് നേരെ പുറത്തോട്ടിറങ്ങി. സൈഡിൽ നിന്ന് തന്റെ ഭാര്യയും വിളിച്ചോണ്ട പുറത്തോട്ടിറങ്ങിയേ. രണ്ടുപേരുടെ സിറ്റോട്ടിൽ പോയി എന്തൊക്കെയോ പറഞ്ഞ് പൊട്ടിക്കരയുന്നത് കണ്ടു. സ്തോത്രം. അകത്തോട്ട് കയറി വന്നിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, തെറ്റിപ്പോയി. ജീവിതത്തിന്റെ ചില കുറ്റങ്ങളും കുറവുകളും പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി ഏറ്റുപറയുവാൻ ദൈവസന്നിധി ഞാൻ തയ്യാറെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം പ്രാപിക്കാത്തയാള് അത് കഴിഞ്ഞ് അടുത്ത നിമിഷം അഭിഷേകം പ്രാപിച്ചു. സ്തോത്രം. ആ മനുഷ്യൻ അഭിഷേകം പ്രാപിച്ച കൂട്ടത്തിൽ ആ ആലയത്തിനകത്ത് അഭിഷേകം പ്രാപിക്കാത്ത 16 ഉണ്ടായിരുന്നു. 16 പ്രാപിച്ചു. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ പറയാ, ചിലതിന്റെ കെട്ടണിഞ്ഞ ദൈവപ്രവർത്തി നടക്കും. സഭയോട് ദൈവാത്മാവിനൊരു ദൂത് വിളിച്ചു പറയുക. ചിലതിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞ, ചിലത് ദൈവകൃപയിലേക്ക് മടങ്ങി വന്ന, ചിലതിന്റെ അകത്ത് പാപബോധമുണ്ടായ വെളിപ്പെടാത്ത വിടുതലുകളിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പ്രവചിച്ചു പറയുക. വിശ്വസിക്കുന്നവർ വചനമെടുത്തോടെ ഇന്ന് പകൽ ആത്മ പറയുക, ഇത് നമ്മുടെ മടങ്ങി വരവിന്റെ ദിവസമാകണം. ഒരു ദൈവകൃപയുടെ പകർച്ച നമ്മുടെ അകത്തുണ്ടാകണം. ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ പുല്ലാട് പൂത്തൂരുണർവ് നടന്ന സഭയിലെ പാസ്റ്റർ. അവിടെ ഞാൻ ചെല്ലുമ്പോ 100 അടി നീളം 50 അടി വീളത്തിൽ നല്ലൊരു ഹോളൊക്കെ പണിതിട്ടുണ്ട്. 3 വർഷം കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെല്ലുന്നത്. ഹോളൊക്കെ പണിതിട്ട് അവിടെ ചെന്നപ്പോ എന്നോട് ദൈവമക്കൾ പറഞ്ഞു, പാസ്റ്ററെ ഈ ഹോള് പണിത പിന്നെ ഇതിനകത്ത് ഉപവാസ പ്രാർത്ഥന നടന്നിട്ടില്ല. ഞാൻ ചോദിച്ചു എന്നാ കാര്യം? അവർക്കും അറിയത്തില്ല. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മെയ് മാസത്തിൽ ആദ്യം ചാർജ് എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവസാന ആഴ്ചയായപ്പോ ദൈവാത്മാവനോട് പറഞ്ഞു, നീ ഉപവാസം നടത്താൻ പറ്റും. ഞാൻ ഉപവാസം പ്രഖ്യാപിച്ചു. ഉപവാസം പ്രഖ്യാപിച്ചതിന് ശേഷം അതിൻ്റെ ഉപവാസം തുടങ്ങുന്ന തിങ്കളാഴ്ച, ഞായറാഴ്ച രാത്രിയായപ്പോ ഞങ്ങളുടെ ആലയത്തിന് സ്ഥലം തന്ന ഒരു അമ്മച്ചിയുണ്ട്. അന്ന് 80 വയസ്സുണ്ട്. ഇപ്പം നിത്യതയിൽ ചേർക്കപ്പെട്ടു. ഈ അമ്മച്ചി ഒറ്റയ്ക്കാ. അമ്മച്ചിയുടെ കൂടെ ഒരു സെർവന്റ് ഉണ്ടായിരുന്നു. അവരന്ന് വീട്ടിൽ പോയി. അമ്മച്ചി ഒറ്റയ്ക്കാ. പാസനേജ് ഒരു 300 മീറ്റർ അപ്പുറത്താണ്. രാത്രിയായപ്പോ ഈ അമ്മച്ചി എന്നെ വിളിച്ചു. പെട്ടെന്ന് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത, പെട്ടെന്നൊന്ന് വരാൻ പറഞ്ഞു. ഞാൻ ബൈക്ക് എടുത്ത് എൻ്റെ കൂടെ ബൈക്ക് സ്കൂളിൽ പഠിക്കുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെയും കൂടെ ചേർത്തോണ്ട് ഈ അമ്മച്ചിയുടെ വീടിന്റെ വാതിൽക്കൽ ചെന്നപ്പോ അമ്മച്ചി സിറ്റൗട്ടിൽ ഇരിപ്പുണ്ട്. ഞാൻ ഓടിക്കറി ചെന്ന് ചോദിച്ചു, എന്താ അമ്മച്ചി? അമ്മച്ചി പറഞ്ഞു, ഒരു കുഴപ്പമില്ല. എന്നെ വിളിച്ചു വരുത്തി അമ്മച്ചിയോട് ചോദിച്ചപ്പോ അമ്മച്ചി പറഞ്ഞു, ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഇവിടെ കൊണ്ട് വണ്ടി വെക്കുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഓട്ടോറിക്ഷ വന്ന് നിന്നു. അതിനകത്തുനിന്ന് ജുബ്ബായൊക്കെ ഇട്ട, വെള്ള കളറല്ല, പെന്തക്കോസ്തല ഉപദേശിമാര് പണ്ടത്തെ സഞ്ചിയൊക്കെ ഇട്ടുന്ന പോലത്തെ ഒരു സഞ്ചിയൊക്കെ ഇട്ട് 2 പേര് തൊട്ടടുത്ത വീട്ടിലോട്ട് ഇറങ്ങിപ്പോകുന്ന കണ്ടു. ഈ അമ്മച്ചി പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ അന്തരാത്മാവിൽ തമ്പുരാൻ ഈ കാഴ്ച ഒന്നുകൂടെ ഒന്ന് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇത് കാണിക്കാനാണ് നിന്നെ കൊണ്ടുവന്നത്. സ്തോത്രം. സ്തോത്രം. ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞാനത് ഇങ്ങനെ അങ്ങ് വിടുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അന്ന് നിമിഷം തമ്പുരാൻ പറഞ്ഞു, ഇതാണ് ഇതിന്റെ തടസ്സം. സ്തോത്രം. പ്രാർത്ഥന തുടങ്ങി. ദൈവത്തിന്റെ പ്രവൃത്തി തമ്പുരാൻ ആരംഭിച്ചു.
വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ചിലതിന്മേലൊക്കെ അധികാരം നമ്മുടെ പക്കം തന്നിരിക്കുക. ഇന്ന് രാവിലെ ഇതിനകത്തിരിക്കുന്ന ദൈവജനത്തോട് പറയാം, നമ്മൾ വെറുതെ വന്നവരല്ല, ഒരു ആത്മാവിൽ പോരാടാൻ വന്നവരാ. അതുകൊണ്ട് ഇന്ന് പകലും ദൈവം എന്ന് പറയുക, ചിലതിനെയൊക്കെ ദൈവം പൊളിക്കാൻ പോകുക. ഇന്ന് പകൽ എന്നോട് പരിശുദ്ധമാവ് വിളംബരം ചെയ്യാൻ ദൂത് പറയുക. ദൈവസഭയുടെ പ്രവൃത്തിക്ക് വിരോധമായി വെളിപ്പെടുന്ന ചിലതിനെയൊക്കെ തമ്മിൽ പൊളിക്കാൻ പോകുക. അതിന്റെ അടിത്തറകളെ തമ്മിൽ ഇളക്കാൻ പോകുക. 2025 അവസാന ദിവസങ്ങൾ ഇവിടെ നടക്കുന്ന പ്രാർത്ഥന ചിലതിന് ആരംഭം കുറിക്കുന്ന പ്രാർത്ഥനയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി നമുക്ക് ഇടപെടുക. വിശ്വസിക്കുന്ന ദൈവമേ, ഇതുപോലെ നമ്മോട് വ്യക്തമായി ദൈവം ഇടപെടുക. ഞാനോർത്ത് ഈ പുല്ലാടൊക്കെ ചെന്നപ്പോ ബന്ധുക്കോസാർ ഒത്തിരി ഉള്ളതുകൊണ്ട് നല്ല അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമായിരിക്കും എന്ന് ഓർത്ത്. ഞാൻ ഈ 30 വർഷത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഏറ്റെടുത്തൊരു സ്ഥലമാണ്. ഇന്ന് ഞാൻ 90 കിലോയ്ക്ക് മേളിലുണ്ട്. അവിടെ ഇരിക്കുമ്പോൾ 60 ഉള്ളായിരുന്നു. എൻ്റെ ശരീരമൊക്കെ കണ്ടിട്ട് ഈ കരിക്കിനകത്ത് മുട്ടയൊക്കെ ഇട്ട് എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ട്. ഇത്രയും പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലായല്ലോ. സ്വത്രം. പക്ഷെ ഇതൊക്കെ നടന്നിട്ട് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാവോ? നമ്മെ തൊടാൻ തമ്പുരാൻ അനുവദിക്കണം. ഇന്ന് പകൽ വെല്ലുവിളികളെ കണ്ട് പേടിക്കണ്ട. ഞാൻ ഒന്നോടെ ചേർന്ന് പറയാം. 14 മൈൽ ഒരു അപ്പച്ചനെ വീട്ടിൽ കയറി സുവിശേഷം പറഞ്ഞതിന്റെ പേരിൽ CSI കാരൻ്റെ ഒരു അപ്പച്ചൻ വള്ളിയങ്കാവിൽ പോയി കോഴിയെ വെട്ടി. 6 മാസം കഴിഞ്ഞ് അപ്പച്ചനെ ഞാൻ സ്നാനപ്പെടുത്തിയപ്പം സഭയെ സാക്ഷി പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ടായി, അന്ന് ഈ ഉപദേശിയെ വകവരുത്താനാ പോയി വെട്ടിയെന്ന് പറഞ്ഞു. അപ്പച്ചൻ നിത്യത ചേർക്കപ്പെട്ടു. ഞാനിപ്പോഴും ഇവിടെ നിൽപ്പുണ്ട്. നിനക്ക് വിരോധമായി ശത്രു ഉണ്ടാക്കുന്നതൊന്നും കണ്ട് പേടിക്കണ്ട. ഇന്ന് പകൽ അനുഭവത്തിന്റെ വെളിച്ചത്തിന്റെ ദൈവം ദൂത് പറയുന്നത്, വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കളോട് ആത്മാവ് വിളംബരം ചെയ്യുക. ദൈവപ്രവർത്തിക്ക് വിരോധമായി ഉയരുന്നതിനെ കണ്ട് നീ തല പുകക്കണ്ട. ദൈവ കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെന്ന് ഇന്ന് പകൽ വിശ്വാസത്തോടെ ദൈവത്തിന്റെ ആത്മാവ് പ്രഖ്യാപിക്കുക. വിശ്വസിക്കുന്നവർ കരം പിടിച്ച് ദൈവത്തെ ആരാധിക്കുക. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമോ. ഞാൻ വേഗത്തിന്റെ വിഷയത്തിൽ കൂടി വരികയാണ്. ഇവിടെ പറഞ്ഞു, നമ്മുടെ പ്രാർത്ഥനയൊക്കെ ദൈവം കേട്ടു. നമ്മുടെ പ്രാർത്ഥന ദൈവം ശ്രദ്ധിച്ചു. ദൈവം അത് തള്ളിക്കളയത്തില്ല. പിന്നെ അപ്പുറത്തൊരു വാക്കാ പറഞ്ഞേ, തമ്പുരാന്റെ ദയ അത് നമ്മുടെ മേൽ എടുത്തും കളയത്തില്ല. ഇങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഒരു വിടുതൽ കിട്ടാതിരിക്കും വെച്ചാ കിട്ടുവോ? ധൈര്യത്തോടെ പറ, മറുപടി ഉണ്ടെന്ന് പറ. സ്വത്രം. മുഖത്തോട് മുഖം നോക്കി ധൈര്യത്തോടെ പറ, പ്രാർത്ഥിച്ച വിഷയത്തിനൊക്കെ മറുപടി ഉണ്ടെന്ന് ധൈര്യത്തോടെ പറ. ഞാൻ പ്രാർത്ഥിച്ച കരഞ്ഞ വിഷയത്തിന് മറുപടി ഉണ്ടെന്ന് ധൈര്യത്തോടെ പറ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മോട് കൊടുക്കാം. ഈ ഒരു പ്രശ്നം ഞാൻ പറയാം. നമുക്കൊക്കെ ഒരുപോലുള്ള ചില വിഷയങ്ങളൊക്കെ ഉണ്ടല്ലേ. ചിന്നമാമ കഴിഞ്ഞ ആഴ്ച ആ വിഷയം എഴുന്നേറ്റ് സാക്ഷി പറഞ്ഞപ്പോഴാണ് ഓർത്തെ, തങ്കമാമയ്ക്കും അതേ വിഷയം തന്നെ ഉണ്ടെന്ന് അല്ലേ. പക്ഷെ അടുത്ത ഞായറാഴ്ച ചിന്നമാമ വന്നപ്പോ പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയെന്ന്. തങ്കമാമ ആണ്ടുകളായിട്ട് സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നമ്മൾ ചോദിച്ചത്, ഇത് എന്തൊരു ദൈവമാ? ദൈവത്തിന്റെ പക്ക മുഖവശമുണ്ടോ? ഉണ്ടോ? ഇല്ലെന്നൊക്കെ പറയാൻ വരട്ടെ. ഉണ്ടോ? അങ്ങനാണ് പിന്നെ തങ്കമ്മാമ്മയ്ക്ക് വിടുതൽ കൊടുക്കാതിരിക്കുമോ? കൊടുക്കാതിരിക്കുവോ? ഞാൻ ഈ പറയുന്ന ദൂതുകളൊക്കെ നിങ്ങളോട് ദൈവാത്മാവ് സംസാരിക്കുന്ന വാക്കുകളാണ്. ഞാനൊരു വാക്കോടെ പറയാം. ഈ യാക്കോബിനെ നമുക്ക് എല്ലാവർക്കും പരിചയമാണല്ലോ. യാക്കോബിനെ അമ്മാവിയപ്പന്റെ വീട്ടിൽ പോയി കുറെ കാലം പുള്ളി താമസിച്ച് കുറച്ച് നന്മയൊക്കെ കിട്ടി. പക്ഷേ ദൈവത്തോടൊരു ഉടമ്പടി ചെയ്തത് കൊണ്ട് ദൈവാത്മാവ് പുള്ളിയോട് ബോധ്യപ്പെടുത്തി പോകാനുള്ള സമയമൊക്കെ ആയി തുടങ്ങിയത്. സ്വന്തം നാട്ടിലോട്ട് തിരിച്ചു പോകാനുള്ള സമയമായെന്ന് ഉടനെ ഈ പുള്ളി പുറപ്പാടിന് തയ്യാറായി. അങ്ങനെ തനിക്കുള്ളതിനെ എല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് പുള്ളി അവിടെ നിന്ന് പോരുക. ഇപ്പൊ ലാവാൻ സ്ഥലത്തില്ല അല്ലേ.
പക്ഷെ പുള്ളിക്ക് ഇപ്പൊ അറിവ് കിട്ടി. യാക്കോബ് എന്ത് ചെയ്തു? പോയി. അതുകൊണ്ട് ഈ മനുഷ്യന് യാക്കോബിനെയും താൻ കൊണ്ടുപോയതിനെ എല്ലാം പിടിച്ചോണ്ട് തിരിച്ചു വരാനുള്ള എല്ലാ ശേഷിയും ഉണ്ട്. ആർക്കുണ്ട്? ലാബാൻ. പുള്ളി മനസ്സിൽ തീരുമാനിച്ചു, എങ്ങനെയാണെങ്കിൽ ഇവനെ വിടത്തില്ല. ഈ പുള്ളി ഇവിടെ നിൽക്കുന്നിടത്തോളം നമുക്ക് അനുഗ്രഹമാണ്, അല്ലേ? സ്തോത്രം എന്ന് കരുതിയിട്ട് പുള്ളി തീരുമാനിച്ചു അന്ന് വിടത്തില്ല. അങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ ദൈവത്തിന്റെ ഒരു ഇടപെടലുണ്ടായി. തമ്പുരാൻ ഇടപെട്ടിട്ട് ലാബാനോട് പറഞ്ഞു, എന്റെ ദാസനായിരിക്കുന്ന യാക്കോബിന്റെ മേൽ ഗുണമാകട്ടെ ദോഷമാകട്ടെ നീ നിരൂപിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ഭാഷാശൈലി പറയാം. സ്തോത്രം ഇങ്ങനെ പറഞ്ഞ അവനെ തൊട്ടേക്കരുതെന്നാ അവനെ. ക്രൈസ്തലോ ചില വിഷയത്തിന് മുമ്പിൽ ഓട്ടാൻ അടിയാ മറുപടി കേട്ടോ. ക്രൈസ്തലോ മനസ്സിനകത്തൊരു നിരൂപണം ഉണ്ടായപ്പോഴെ തമ്പുരാൻ പറഞ്ഞു തൊട്ടുപോയക്കരുതെന്ന് പറഞ്ഞു. സ്വന്തം നമുക്ക് വിശ്വസിക്കുന്നവരോട് ദൈവം സംസാരിക്കുകയാ. ചില വിഷയങ്ങളുടെ മുമ്പിൽ വേഗത്തിലാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഇതുപോലെ തന്നെ ഒരു വ്യക്തിയുണ്ട്. പുള്ളിയുടെ പേര് ദാവീദ് എന്നാണ്. ചോദിച്ചതുമല്ല, ആഗ്രഹിച്ചതുമല്ല, പക്ഷേ തെരഞ്ഞെടുപ്പ് ദൈവത്തിന്റെ ലിസ്റ്റിൽ തമ്പുരാൻ പെടുത്തിയത് കൊണ്ട് തലയിലൊരു അഭിഷേക തൈലം വീഴും. അന്ന് മുതൽ പുള്ളി ആളൊരു വ്യത്യസ്തനായി. ഒരിടത്ത് ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോ ഒരിടത്തും ദൈവാത്മാവ് വിട്ടുപോയി. ദൈവാത്മാവ് വിട്ടുപോയ ഈ പുള്ളിയോട് എന്ത് തുടങ്ങി? അസൂയ തുടങ്ങി, കണ്ണുകൾ തുടങ്ങി. അന്ന് മുതൽ പുള്ളി കുന്തെറിയാൻ തുടങ്ങി. അല്ലേ? നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ശൗല് കുന്തെറിയാൻ വന്നപ്പോ തമ്പുരാൻ വന്നേച്ച് തൊട്ടേക്കരുതെന്ന് പറഞ്ഞു, എറിയരുതെന്ന് പറഞ്ഞു. ഇവിടെ ലാബാൻ എഴുന്നേറ്റപ്പോ തമ്പുരാൻ വന്നേച്ച് പറഞ്ഞു തൊട്ടുപോയേക്കരുതെന്ന് പറഞ്ഞു. ഈ പുള്ളി ഇവിടെ കുന്തം എടുത്തോണ്ടിറങ്ങിയപ്പം വല്ലതും പറഞ്ഞു വെച്ചാ, ഇതാ ഞാൻ പറഞ്ഞേ, ചിന്നമ്മാമയ്ക്ക് ചെയ്യുന്ന പരിപാടിയല്ല തങ്കമാമയ്ക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? മനസ്സിലായെങ്കിലും സ്വോത്രം പറഞ്ഞാൽ മതി. സ്വോത്രം. പ്രൈസ്തലോ. ഈ പുള്ളി എറിയാൻ വന്നപ്പം എന്റെ ധാരണ മൊത്തം ഇങ്ങനെ, ഞാൻ ഇങ്ങനെ എറിയരുതെന്ന് കാണാത്തത് കൊണ്ട് ഞാനങ്ങ് പറയാം. തമ്പുരാൻ പറഞ്ഞത് ഇങ്ങനെ എറിയാൻ നിർത്തോട് വരും. മനസ്സിലായോ? ഇത് കാണുമ്പോഴാണ് നമ്മൾ ഞായറാഴ്ച വന്നേച്ച് ചങ്കത്തലച്ച് നാറത്തലച്ചൊക്കെ നിലവിളിച്ചോണ്ട് സാക്ഷ്യം പറയുന്നത്. എന്നും ഈ കുന്തകയറാന്ന് പറഞ്ഞോണ്ട് നമ്മൾ സാക്ഷ്യം പറയുന്നത്. പക്ഷെ ഈ കുന്തകയറിന്റെ കാര്യം ഒന്ന് മനസ്സിലാക്കുക, അതിനായിട്ട് സ്വോത്രം പറയും. നമ്മൾ അങ്ങനെ വരുന്നേ. സ്വോത്രം ശ്രദ്ധിച്ചു. ക്രൈസ്തലോ ഇവിടെ കുന്തകറിഞ്ഞപ്പോഴൊന്നും തമ്പുരാൻ പറഞ്ഞില്ല എറിഞ്ഞേക്കരെന്ന് പറഞ്ഞില്ല. എറിഞ്ഞോളാനാ പറഞ്ഞേ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഇവനെ എത്ര എറിഞ്ഞിട്ട് ഒരെണ്ണെങ്കിലും ദേഹത്ത് കൊണ്ടുവച്ചാ അതാ പരിപാടി. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതൽ നിനക്കെതിരെയോ നിന്റെ തലമുറക്കെതിരെയോ അതിന്റെ നന്മക്കെതിരെയോ ഒക്കെ എറിഞ്ഞാലും സ്വോത്രം അതൊന്നും നിന്നെ യേശത്തില്ല. അതുകൊണ്ട് തമ്പുരാൻ അതിനെ തടുക്കാതെ ഇന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് പറ. നിന്നെ തകർക്കാനല്ല, നിന്നെ ഉടയ്ക്കാനല്ല, നിന്നെ പണിയാനും നിന്നെ നടത്താനും ആ ദൈവത്തിന്റെ പദ്ധതിയെങ്കിൽ ആ ദൈവത്തിന്റെ വിശ്വസ്തതയെടുത്ത് ദൈവത്തിനുള്ള സ്തോത്രം. ഈ ദാവീദിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു കാര്യം കൂടെ പറയാം. ശമൂവേലിന്റെ 2-ാമത്തെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിലുണ്ട്. ബഹ്റൂമിലെത്തിയപ്പോ ശൗലിന്റെ കുലത്തിൽപ്പെട്ട ശിമയിയുടെ എന്നയാള് ദാവീദ് ഇപ്പൊ രാജാവിന്റെ പുറകെ വരിക. പുറകെ വന്നിട്ട് ഇവൻ ഈ ദാവീദിനെ എന്ത് ചെയ്യാന്നറിയോ? ശപിക്കുക. മണ്ണ് വാരി എറിഞ്ഞോണ്ട് ശപിക്കുക. ആരെ എറിയുന്ന വെച്ചാ രാജാവിനെയാണ്. എങ്ങനുണ്ട്? അപ്പൊ കൂടെ നിന്ന് ഒരുത്തം പറഞ്ഞു, വാളെടുത്ത് ഇവനെ ഇപ്പൊ തന്നെ വെട്ടി അങ്ങ് കളഞ്ഞേക്കാം. ഉടനെ ദാവീദ് പറഞ്ഞൊരു വാക്കുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ദാവീദ് പറയാം, വേണ്ട, വാളൊന്നും എടുക്കണ്ട, വെട്ടുകയും വേണ്ട. ഞാനൊരു കാര്യം പറയാം, ഇവനോട് ദൈവം പറഞ്ഞേക്കുകയാണ് ദാവീദിനെ ശപിക്കാൻ. നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതിയേ. അപ്പൊ ശപിക്കാൻ ദൈവം പറയുമോ? വച്ചാ നമ്മൾ ശാപം മാറാനല്ലേ ആഗ്രഹിക്കുന്നേ. ഇവിടെ ശപിക്കാൻ ദൈവം പറഞ്ഞു. നിങ്ങൾ വായിച്ചു നോക്കിക്കോണേ.
ഇല്ല പാസ് വന്ന് ഞാണ്ടൊക്കെ പറഞ്ഞെത്തി പോലൊന്നും പറഞ്ഞേക്കല്ലേ. സ്വത്രം പറഞ്ഞു ശപിക്കാൻ. ഇവനങ്ങ് ശപിക്കുക. ശവ വായിച്ചു വരുമ്പോ ഒരു വാക്കുണ്ട്, അതിന്റെ 10ാമത്തെ വാക്യം തോന്നും. ആരെങ്കിലും എടുത്തെങ്കിൽ ഒന്ന് വായിച്ചേ. എനിക്ക് നിങ്ങളുടെ സംശയത്തെ ആ, അവൻ ശപിക്കട്ടെ. അവൻ ശപിക്കട്ടെ. ദാവീദിനെ ശപിക്കുക എന്ന് യഹോവ അവനോട്, ആ വാക്കുണ്ട്, കൽപ്പനയാ, കൽപ്പിച്ചിരിക്കുന്നു. വായിച്ചാൽ പിന്നെ നീ ഇങ്ങനെ ചെയ്യുന്നത് ആ. എന്ത് എന്ന് ആ ചോദിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് അബീശായിയോടും തന്റെ സകല പുത്രന്മാരോടും പറഞ്ഞു, എന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ട മകൻ എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുകയെങ്കിൽ ഈ ബെന്യാമിൻ ചെയ്യുന്നത് ആശ്ചര്യമോ? അവനെ വിടുവിൻ, അവൻ ശപിക്കട്ടെ. ഒരു നിമിഷം. ഇവിടെ പുള്ളിക്കാരൻ പറഞ്ഞ എത്രയേ ഉള്ളൂ, വീട്ടിനകത്തുനിന്ന് ഉള്ളത് തന്നെ ശപിക്കുക അല്ലേ? കൂട്ടായ്മയ്ക്കകത്ത് വന്നിരിക്കുമ്പോഴും ഒന്ന് പ്രാർത്ഥനയെ പങ്കുചേരുമെന്നാ പ്രതീക്ഷിച്ച, പക്ഷെ കിട്ടിയപ്പോഴും നിങ്ങളാരും അങ്ങനല്ല. സ്വത്രം. ഞാൻ എപ്പോഴും പോകുന്നിടത്ത് ഒരു കാര്യം പറയാറുണ്ട്. ഞാനിപ്പോ തിരുവല്ല എന്ന വാകത്താനത്ത് വന്നേ. ചില ദൈവദാസന്മാരൊക്കെ വന്നേച്ച് പറയും, ഇത് നിങ്ങളോടല്ല അങ്ങ് ആരാണ്ടോടാ. വന്നെ തിരുവല്ലക്കാരോട് പറയാൻ ഞാൻ വാഗ്ദാനത്ത് പറഞ്ഞ കാര്യമുണ്ടോ? അപ്പൊ ദൂത് ആരോടാച്ചാ? നീ എന്നോടുള്ളതുകൊണ്ട് ഞാനും ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മളോട് എല്ലാവരോടും കൂടാ. അപ്പൊ നിങ്ങളുടെ ഇരിപ്പൊക്കെ കണ്ടപ്പോ ഞാൻ ഓർത്തിട്ട് ഞങ്ങൾക്ക് ആർക്കും ഉള്ളതല്ലെന്നുള്ളൊരു പാട്ട് പോകും. സ്വത്രം. അതുകൊണ്ട് നമ്മളോടാ ദൈവം സംസാരിക്കുന്നത് കേട്ടോ. സ്വത്രം. ശ്രദ്ധിച്ചോ. ഇവിടെ പറയുക സ്വത്രം, വീട്ടിനകത്തുള്ളത് നമുക്കെതിരാ. പിന്നെ വേറൊരുത്തം വന്ന് നമ്മളെ ശവിക്കുന്നതിനുണ്ട് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അവനോട് തമ്പുരാൻ പറഞ്ഞിട്ടാണ്. അപ്പൊ അവിടെ ഒരു വാക്കുണ്ട്, ദൈവം അനുവദിക്കാതെ നമുക്കെതിരെ ഒരു നാവ് പോലും പൊങ്ങത്തില്ല. വിശ്വസിക്കുന്നവരൊക്കെ സ്വത്രം പറഞ്ഞോളെ. ഈ അടുത്ത വാക്ക് വായിക്കുന്ന നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോ. വായിച്ചേ. പക്ഷേ യഹോവ എന്റെ സങ്കടം നോക്കി ഒന്നും നിന്നേരെ. ശപിക്കുന്നത് കേട്ടിട്ട് സന്തോഷത്തോടിരിക്കുന്ന ആരെങ്കിലും വാഗത്താനത്തുണ്ടോ? ഉണ്ടോ? എന്ന് കാണാനാ. ദൈവദാസന്മാരാകുന്ന ഞങ്ങളാണെ പോലും മനസ്സുകൊണ്ടെങ്കിലും വേദനിക്കും. പുറത്തൊരു വാക്ക് പോലും പറഞ്ഞില്ലേലും ഉള്ളിന്റെ ഉള്ളിൽ എന്തുണ്ട്? വേദനയുണ്ട്. ഇല്ലേ? അല്ലേ? അതുകൊണ്ടല്ലേ 99 പറഞ്ഞത് ഇപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. 2025 വിടാതെ അവസരം വരുമ്പോ 2 പറയാൻ. അല്ലേ? മനസ്സിന്റെ ഉള്ളിൽ നമുക്ക് എന്തോ തോന്നി? സങ്കടം തോന്നി, വേദന തോന്നി, കണ്ണുനീരൊഴുക്കി. പക്ഷെ ആരോട് പറഞ്ഞു കാണത്തില്ല. പക്ഷെ അവിടെ പറഞ്ഞുണ്ടോ? എന്റെ സങ്കടം നോക്കി. ആര്? അപ്പുറത്ത് നിന്ന് പുള്ളി ശപിച്ചപ്പോ, ദൈവം അനുവദിച്ചിട്ടാണെങ്കിലും ഈ പുള്ളി ശപിച്ചപ്പോ എന്റെ ഹൃദയത്തിനകത്തുണ്ടായ സങ്കടം ആര് നോക്കി? നോക്കി. ഒരു സ്വതന്ത്രം പറയാവോ? നീ അടുത്ത വാക്ക് കേട്ടോണേ. ഇന്നത്തെ ഇവന്റെ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം തന്നു. നമ്മുടെ ദൈവം ആരാ? ശപിച്ചോളാൻ പറഞ്ഞ എന്തിനാ? നമ്മളിതൊക്കെ മാറാനാ കിടന്ന് ബത്തപ്പാട് വിടുന്നേ അല്ലേ? ഇതെല്ലാം പോണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ നമ്പുരാൻ പറയാം, കുഞ്ഞെ, ഈ ശാപം നിനക്ക് വെച്ചിരിക്കുന്നത് എന്തിനാണ്? നീ ഈ ശാപത്തിന്റെ വാക്ക് കേട്ട് നീ എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ടോ അത് മൊത്തം ഞാൻ കാണുന്നുണ്ട്. അതിന് തക്കവണ്ണ പകരമായിട്ട് ഞാൻ നിനക്ക് അനുഗ്രഹം തരാൻ പോവാം. അങ്ങനാണെങ്കിൽ ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന എത്ര പേർക്ക് തന്റെ ഇടത്തോടെ പറയാൻ കഴിയും? ശപിക്കാന്നിടത്തോടെ ശപിച്ചോട്ടെ, എത്ര ശപിച്ചാലും അതെനിക്ക് അനുഗ്രഹമാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന ദൈവത്തിന് സ്വന്തം പറ. ഇന്ന് പകൽ നിനക്കെതിരെ എത്ര മാത്രം ശാപത്തിന്റെ വാക്കുകൾ വെച്ചാലും അതെനിക്ക് അനുഗ്രഹമാണ്. ഇവിടെ ശപിക്കുന്ന ദൈവം പറഞ്ഞോ? ഇല്ല. ഒരു പ്രവാചകൻ ഒരു ജനത്തെ ശപിക്കാൻ വേണ്ടി പോയല്ലോ അല്ലേ? ജനത്തെ ശപിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്ന് നിന്നപ്പോ തമ്പുരാൻ എന്നാ പറഞ്ഞേ?
ഈ ജനത്തെ ശപിച്ചേക്കരുത്. ഇത് തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. കണ്ടോ, രണ്ട് വ്യത്യസ്തമായ ഇടപാടുകളാ. ഇന്ന് പകൽക്കാലം ദൈവം ചെയ്യേണ്ടതുപോലെ കാര്യം ചെയ്തോളൂ. വിശ്വസിക്കുന്നവരോട് ഇന്ന് പകൽക്കാലം ദൈവം പറയാം, നിന്റെ വിഷയത്തിൽ നീ ചിന്തിക്കുന്നത് പോലല്ല, നീ കണക്കൂട്ടുന്നത് പോലല്ല, ദൈവം ചെയ്യേണ്ടത് പോലെ, ദൈവം ചെയ്യേണ്ടത് പോലെ എന്റെ വിഷയത്തിലും ദൈവം ചെയ്യുമെന്ന് ഉറപ്പോടെ വിശ്വസിക്കുന്നവർ ഇന്ന് പകരം ശക്തിയോടെ സമയം തീരാൻ പോവാ. പെട്ടെന്ന് പറയാം. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ദൈവം കേട്ടു. ദൈവദാസന്മാരാകുന്ന ഞങ്ങൾക്കും അറിയാം, ഞങ്ങളുടെ ഇരിക്കെ ഒന്ന് ഒത്തിരി വിഷയങ്ങൾ പ്രാർത്ഥിക്കാൻ പറയും. ഞാൻ നേരത്തെ പറഞ്ഞാൽ ചില വിഷയങ്ങളൊക്കെ അടുത്ത സെക്കൻഡിൽ വിളിച്ചു വെച്ച് പറയും മറുപടിയായി വാസേ, മറുപടിയായി. പക്ഷെ ഞങ്ങൾ ആണ്ടുകളായിട്ട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും കിടക്കുക, വ്യക്തിപരമായ ജീവിതത്തിലേക്ക്. സ്തോത്രം. നമ്മുടെ ദൈവം കരുണയില്ലാത്ത ദൈവമല്ല, മനസ്സലിവില്ലാത്ത ദൈവമല്ല. നമ്മിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് പകരം വിശ്വസിച്ചോ. ഞാൻ അതിലേക്ക് വരിക. 2020-25 അവസാനിക്കുകയാണല്ലോ. ഒരു വിഷയം പ്രാർത്ഥിക്കാൻ തുടങ്ങിയെങ്കിൽ 5 വർഷമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടല്ലേ? 5 വർഷമായി. 20 പ്രാർത്ഥിച്ചപ്പോ അതിനൊരു മറുപടി കിട്ടുമെന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു. 21 വന്നപ്പോഴും വലിയ കുഴപ്പമില്ല. 25 അവസാനിക്കാൻ പോകുമ്പോഴോ ഇപ്പോഴത്തെ മനോഭാവം എന്നാ? കിട്ടിയാൻ കിട്ടട്ടെ, നടക്കുന്നെങ്കിൽ നടക്കട്ടെ. ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ അവിടുത്തെ മനോഭാവം ഞാൻ പറയാം, ഈ പ്രാർത്ഥിച്ചില്ലെന്ന് വരണ്ട അല്ലേ? അങ്ങനെ ഞാൻ ഒരു സ്ഥലത്ത് പാസ്സാട്ടി ചെന്നു. ആദ്യത്തെ മാസങ്ങളിലാ. ഒരു വൈകിട്ടത്തെ കോട്ടേജ് മീറ്റിംഗ് കഴിഞ്ഞ് ചർച്ചിലേക്ക് വന്നു കയറി. കറണ്ട് അങ്ങ് പോയി. അപ്പോൾ സഭാ ഹോളിന്റെ അകത്തൂടെ തന്നെയാ പാസനേജിലോട്ട് പോകുന്നത്. അപ്പൊ ഫ്രണ്ടിലത്തെ വാതിൽ തുറന്നിട്ടേക്കുക. ഞങ്ങളെ ഹോളിനകത്തോട്ട് പ്രവേശിച്ച ഉടനെ ഒരു വണ്ടി പെട്ടെന്ന് വന്ന് വാതിക്ക നിർത്തിയിട്ട് ഡോറ് തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആളിറങ്ങുന്ന കണ്ടു. ഒരാൾ നേരെ സഭാ ഹോളിനകത്തോട്ട്. ഞാൻ അങ്ങോട്ട് ഇറങ്ങി ചെന്നപ്പോ എന്നോട് ചോദിച്ചു, ഒരു പേര് പറഞ്ഞു, ബിബി. ബിബിയുടെ വീട് ഏതാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാനിവിടെ പുതിയ ആളാണ്. വന്നയാൾ ഒരു പോലീസുകാരനാണ്. കാക്കി പാൻറ്റുണ്ട്, പക്ഷെ ഷർട്ട് വേറെയാണ്. ഞാൻ പുള്ളി പറഞ്ഞു ഞാനൊരു പോലീസുകാരനാണ്, ബിബി അന്വേഷിച്ചു വന്ന. പാസ്റ്റർ പറ ബിബിയുടെ വീടേതാ. ഞാൻ പറഞ്ഞു എനിക്ക് പരിചയമില്ല. ഉടനെ പുള്ളി പറഞ്ഞു ബിബി അറിയാത്ത ആരും ഇവിടെ ഇല്ല. ഞാൻ പറഞ്ഞു ഞാൻ പുതിയ ആളാ. ഉടനെ പുള്ളി എന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞു എന്റെ അമ്മയും ബന്ധുക്കോസുകാരിയാ, എന്നാലെങ്കിലും പാസ്റ്റർ എന്ന് പറ. ഞാൻ പറഞ്ഞ അറിയാത്ത കാര്യം എങ്ങനെ പറയുന്നത്? അല്പനേരം കഴിഞ്ഞപ്പോ അവിടെ ഇരുന്ന് നമ്മുടെ എമർജൻസി എടുത്തുകൊണ്ട് ഇദ്ദേഹം അങ്ങ് പോയി. കുറച്ചു നേരമൊക്കെ പോയച്ച് തിരിച്ച് അവിടെ കൊണ്ട് വെച്ചങ്ങ് പോയി. പിറ്റേ ദിവസം രാവിലെ അയൽവക്കത്തെ വീട്ടിൽ ഞാൻ ചോദിച്ചു ബിബി ആരാ? അപ്പൊ അയൽവക്കംകാരൻ എന്നോട് ചോദിച്ചു ബിബിയും ബാസുമായിട്ട് തന്നെ ബന്ധം. അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവർ, ഒരു ഹിന്ദുവാ. ഞാൻ പറഞ്ഞു ബന്ധമൊന്നുമില്ല, ഇന്നലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ എന്നോട് പറഞ്ഞു വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടരുത്. ഞാൻ പറഞ്ഞു എന്താ കാര്യം തെളിച്ചു പറ. എന്നോട് എന്നോട് പറഞ്ഞു അവൻ പോലീസ് സ്റ്റേഷനിൽ വരെ കയറി പോലീസുകാരെ വരെ ആക്രമിച്ച കേസിലെ പ്രതിയാ. ഒരു വീട്ടിലെ ഒറ്റ മകനാ, ഒത്തിരി കേസുകളിലെ പ്രതിയാ. പക്ഷെ അന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു ഈ ബിബിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഞാൻ ബിബിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പല വെള്ളിയാഴ്ചകളിലും സഭാ ഹോളിൽ ചില മാതാക്കൾ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ബിബിയെ വിടുവിക്കണമേ എന്ന് പറയുന്ന പ്രാർത്ഥന ഞാൻ കേട്ടു. 4.5 വർഷം ഞാൻ ബിബിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനിടയ്ക്ക് അവനെ കാണാൻ ആഗ്രഹിച്ചു, പലപ്പോഴും നടന്നിട്ടില്ല. പക്ഷെ ചില സന്ദർഭങ്ങളിലൊക്കെ ബുള്ളറ്റിൽ ഇങ്ങനെ ഒരു കൈ കെട്ടി തൂക്കിയിട്ടോണ്ട് ഒറ്റ കൈക്ക് ബുള്ളറ്റ് ഓടിച്ചു പോകുന്ന ബിബിയെ ഞാൻ കണ്ടു. പക്ഷെ അടുത്തിയല്ല, സംസാരിക്കാൻ അവസരം കിട്ടിയില്ല. 4.5 വർഷത്തിന് ശേഷം
ഒരു പ്രാർത്ഥന 21 ദിവസം സഭാ ഹാളിൽ ക്രമീകരിച്ചതിന്റെ ആദ്യത്തെ രാത്രിയിൽ ആ സഭാ ഹാളിൽ പ്രാർത്ഥനയ്ക്ക് ഒരാൾ പുതിയതായിട്ട് വന്നു. പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഈ അടുത്ത വീട്ടിലുള്ള. ഞാൻ പറഞ്ഞു, എല്ലാ ദിവസവും ഇവിടെ പ്രാർത്ഥനയുണ്ട്, വരണം, സമയം കിട്ടിയ വരാന്ന് പറഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഈ പിതാവ് വരാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ഞാൻ അന്വേഷിക്കുന്ന, ഞാൻ പ്രാർത്ഥിക്കുന്നയാളെ പിതാവാ. ഇടയ്ക്കൊരു ദിവസം ഞാൻ ആ വീട്ടിൽ ചെന്നു. അല്പസമയം സുവിശേഷം പറഞ്ഞു. അവൻ അമ്മ മാത്രമേ ഉള്ളൂ, അമ്മയും അപ്പനും മാത്രമേ ഉള്ളൂ. അമ്മയോട് സുവിശേഷം പറഞ്ഞപ്പോ അമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നതാ, ഞാൻ എല്ലാ ദിവസവും നിങ്ങളുടെ ഹോളിന്റെ ഫ്രണ്ടിൽ കൂടെ പള്ളിയിലോട്ട് പോകുന്നേ, ഞാൻ അങ്ങോട്ട് നോക്കത്തു പോലുമില്ല, എങ്ങാണം കയറേണ്ടി വന്നാലോ നോക്കാം. ഇന്ന് ആ സഭാ ഹോളിൽ ആരാധിക്കുന്ന ഒരു അമ്മയാണ്. ഞാൻ പറഞ്ഞത്, പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ട്. ആണ്ടുകൾ കഴിഞ്ഞാലും ഈ പ്രാർത്ഥന നടക്കുന്നതിന്റെ ഇടയ്ക്കൊരു ദിവസം വൈകിട്ടത്തെ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങള് താമസിക്കുന്ന ഇടത്തേക്ക് പോയി. ഈ ബിബിയുടെ പിതാവ് എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, പാസ്റ്ററെ അവനും കൂടെ ഉണ്ടായിരുന്നു, ആയുധങ്ങളൊക്കെ എടുത്തുകൊണ്ട് എങ്ങോട്ടോ പോയിട്ടുണ്ട്, ഇനി എന്താ നടക്കുന്നതെന്നറിയത്തില്ല. ആ സമയം ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ അച്ഛൻ പേടിക്കേണ്ട, ഒന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ കൂടെ 2 ദൈവദാസന്മാർ ആ സമയത്തുണ്ട്. ഞങ്ങൾ 3 പേരുടെ കരപ്പുറത്ത് വിളിച്ച് പ്രാർത്ഥിച്ചു. ഒരു 15 മിനിറ്റിനുള്ളിൽ ആ പ്രിയ പിതാവ് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, പാസ്റ്ററെ പോയ പോലെ ആൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഓടി ആ വീട്ടിൽ അന്നിയൊന്നു. അന്നായി പുള്ളിയെ നേരിട്ട് കാണുന്നേ. സോത്രം. അന്ന് രാത്രിയിൽ അവനോട് സമയം ചെലവഴിച്ചപ്പോ ഞാൻ ചോദിച്ചു, എന്തോ സംഭവിച്ചു, നീ പോയതുപോലെ തിരിച്ചു വന്നേ? അവൻ പറഞ്ഞു, ഇവിടെ നിന്നിറങ്ങി ആ റോഡിലോട്ട് ചെന്നപ്പോ എന്റെ കൈ തളരുന്നത് പോലെ, എന്റെ ശരീരമാകെ വിറയ്ക്കുന്നത് പോലെ, എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല, ഞാൻ തിരിച്ചു വന്നതാണ്. ഞാൻ പറഞ്ഞു, ഇനി നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവൻ ഇന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവമായിട്ടാണ്. ഞാൻ പറഞ്ഞു വരുന്ന ദൈവത്തിന്റെ വൈദ്യുതി ഇതൊക്കെ അനുഭവത്തിന്റെ വെളിച്ചത്തില്ല. ദൈവമാർക്കും കടക്കാരനല്ല. വാഗത്താനും ദൈവസഭയ്ക്കകത്ത് പ്രാർത്ഥന ഉയർന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ ഭവനത്തിന്റെ അകത്തൊരു പ്രാർത്ഥന ഉയർന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യക്ഷമായ ദൈവത്തിന്റെ അടയാളങ്ങൾ ദൈവജനത്തിന്റെ നടുവിൽ വെളിപ്പെടുമെന്ന് ഉറപ്പോടെയാ ഇന്ന് പകരം ഞാൻ ഇതൂത് വിളിച്ചു പറയുന്നത്. വിശ്വസിക്കുന്നവർ വചനത്തോട് പ്രതികരിച്ചു. പ്രാർത്ഥനകളെ ദൈവം കടാക്ഷിക്കുന്ന ദൈവമാണ്. ഞാൻ പറഞ്ഞു വന്ന പോലെ 5 വർഷത്തെങ്കിലും ഗ്യാപ്പുള്ളൊരു വിഷയം എത്രമാത്രം നമ്മൾ വില കൊടുത്തിട്ടുണ്ടല്ലേ, എത്ര കരഞ്ഞിട്ടുണ്ടല്ലേ ചാ, ഇല്ല അമ്മമ്മേ? ആ, എന്നെ ദൈവം മറുപടി തരാഞ്ഞേ? കുറച്ചുകൂടെ കരഞ്ഞോണ്ടെന്ന് ഓർത്താണ്. നാട്ടിലോട്ട് ഇറങ്ങിയപ്പം പലരും ആ വിഷയത്തെ കുറിച്ച് ചോദിച്ചില്ലേ, എന്താ മറുപടി? അന്നേരം വല്ലതും പറയാനുണ്ടായിരുന്നോ? അവിടെ മുഖം പൊലിച്ചില്ലേ, തല താന്നില്ലേ, പലരും നിന്നിച്ചില്ലേ, പന്തക്കോസിൽ പോയതാ, അപ്പൊ കിട്ടുമെന്നും പറഞ്ഞ് അല്ലേ ചോദിച്ചില്ലേ? ഒരു മറുപടി പോലും പറയാനില്ലാതെ വായടഞ്ഞ സമയം ജീവിതത്തിൽ വന്നിട്ടില്ലേ? ഇന്ന് പകൽ നമ്മളോട് ദൈവം സംസാരിക്കുന്നത്. കുറച്ചുകൂടെ കരഞ്ഞോട്ടൊന്നോർത്ത് നമ്മുടെ ദൈവം മാറി നിൽക്കുമായിരുന്നു. കുറച്ചുകൂടെ നിന്നിച്ചോട്ടൊന്നോർത്ത് തമ്പുരാൻ നമ്മുടെ മുമ്പിൽ മുഖം തിരിച്ചു കളഞ്ഞതാണ്. ഒരിക്കലും അല്ല, 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 അല്ല. വിശ്വസിക്കുന്ന നമ്മളോട് ദൈവം ഒരു ദൂത് പറയുക, ഒരിക്കലും അല്ല. നമ്മുടെ ദൈവം ദീർഘക്ഷമയുള്ള ദൈവമാണ്. നമ്മുടെ ദൈവത്തെ പോലെ മനസ്സലിവുള്ളവൻ വേറെ ആരുമില്ല. അവന്റെ ദയ നമ്മുടെ മേൽ എടുത്തു മാറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് പകരം ദൈവം പറയാ, കുഞ്ഞെ, നിന്നെ നിന്ദിച്ചപ്പോ, നിന്നെ ആക്ഷേപിച്ചപ്പോ, നീ കരഞ്ഞപ്പോ അവനും വേദനപ്പെട്ടിട്ടുണ്ടെന്ന്. ലാസറിന്റെ വീടിന്റെ അവിടെ വന്നപ്പോ സഹോദരിമാര് കരയുന്ന കണ്ടേച്ച് കൂടെ കരഞ്ഞവനായെന്ന് കർത്താവ് കണ്ടു. അങ്ങനാണെങ്കിൽ ഇന്ന് പകൽക്കാലം എന്റെ വിഷയത്തിനു മുമ്പിലും നിങ്ങളുടെ വിഷയത്തിനു മുമ്പിലും നമ്മുടെ കണ്ണുനീരിന് വിലയുണ്ട്. നമ്മുടെ ദൈവം അത് കണ്ടിച്ചിരിക്കുന്നവനല്ല. നമ്മുടെ ദൈവം അതിനു മുമ്പിൽ വ്യസനിക്കുന്നവൻ തന്നെയാ. വിശ്വസിക്കുന്നവരോട് ദൈവം എന്ന് പറയുന്നത് നമ്മുടെ ദൈവം നമ്മെ കൈവിടുന്ന ദൈവമല്ല.
ഒരു ഭാഗം മാത്രം ഞാൻ അതിനൊന്ന് തൊട്ട് പറയാം, അപ്പോഴത്തേക്ക് നമ്മുടെ സമയം. പരിചിതമായ ഒരു ഭാഗത്ത് നിന്ന് പെട്ടെന്ന് തെളിയിക്കാം. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വാ, 1-ാമത്തെ അധ്യായത്തിൽ. അവിടെ നമ്മളൊരു കുടുംബത്തെ കാണുന്നുണ്ടല്ലോ, സക്കറിയാവും എലിസബത്തുമാണ്. അവരെ കുറിച്ച് വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഒന്ന് വായിച്ചേ. അവർ ദൈവസന്നിധിയിൽ എങ്ങനെയുള്ളവരായിരുന്നെന്ന് എഴുതിയേക്കുന്നത്? നീതിയുള്ളവര്, കർത്താവിന്റെ സകല കൽപ്പനകളും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരും ആയിരുന്നു. മതി 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 മതി. ഇവരുടെ ജീവിതത്തിൽ തമ്പുരാൻ തന്നെ പറഞ്ഞിരിക്കുക, നീതിയുള്ളവര്, ഭയത്തോടെ ദൈവത്തെ സേവിക്കുന്നവര്, പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നവര്, നമ്മുടെ ഭാഷയെ പറഞ്ഞ് ഒരു കുറ്റവും പറയാനില്ലാത്തവര്. നമ്മൾ പലപ്പോഴും മറുപടി താമസിക്കുമ്പോൾ പറയും എന്തെങ്കിലുമൊക്കെ കയ്യിലിരിപ്പ് ഉണ്ടാകും, അല്ലേ? ഇതങ്ങനെയും പറയാനില്ല. ഉണ്ടോ? ഇല്ല. നമ്മുടെ വിചാരം, നമ്മൾ ഈ പുസ്തകം എടുത്തോണ്ടിറങ്ങി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും കൂട്ടായ്മയ്ക്ക് വരുകയോ ഒക്കെ ചെയ്യുമ്പം നമ്മുടെ വിഷയത്തിന് വേഗത്തിൽ മറുപടി കിട്ടുന്നതാണ്, അല്ലേ? അങ്ങനാണെങ്കിൽ ഇവർക്ക് ആദ്യം കൊടുക്കണമായിരുന്നു. നമ്മളെക്കാൾ എത്രയോ പരമാർത്ഥികളാണ്. അപ്പം നിർമ്മലതയോടും നിഷ്കളങ്കതയോടും പരമാർത്ഥതയോടും ദൈവത്തെ സേവിക്കുന്നവരുടെ ജീവിതത്തിലും മറുപടി ഇല്ലാത്ത വിഷയമുണ്ട്. ഉണ്ടോ? ഉണ്ട്. അടുത്ത വാക്കിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക, എലിസബത്തും മച്ചിയായിരുന്നു, അവർക്ക് സന്തതിയില്ല. അടുത്ത വാക്ക് ഇങ്ങനെ എഴുതി, 20 വയസ്സിൽ വന്നവരുമായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷ പറഞ്ഞാൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട സാഹചര്യത്തിലുമാണ്. ഇനിയൊട്ട് പ്രതീക്ഷിക്കണ്ട. എന്റെ ചോദ്യം, ഇവർ പ്രാർത്ഥിച്ചു കാണുമോ? കാണുമോ? പ്രാർത്ഥിച്ചു. വചനത്തിൽ തെളിവുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഈ ശുശ്രൂഷ ചെയ്യുന്ന ആളാണല്ലോ, പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന ആളാണല്ലോ സക്കറിയാവ്. ഞാൻ ആലങ്കാരിക ഭാഷയിൽ അതിനെ ഇങ്ങനൊന്ന് പറയാം, നിറക്ക് വീഴുന്ന സമയത്ത് അകത്ത് ശുശ്രൂഷിക്കാൻ കയറുന്ന പതിവ് ഈ പുള്ളിക്കുണ്ട്, അല്ലേ? ആ സമയത്ത് അനേകരുടെ വിഷയം കൊണ്ടാണ് പുള്ളി അകത്തോട്ട് പോകുന്നത്. ഒരു ദിവസം ശുശ്രൂഷയ്ക്ക് വേണ്ടി അകത്തോട്ട് കയറുമ്പോ നീണ്ട ഒരു ലിസ്റ്റ് പാസ്റ്റർ ഇവിടെ ബുക്കിൽ എഴുതി വെച്ച വിഷയങ്ങളൊക്കെ വായിച്ചു. അതുപോലെ സക്കറിയ പുരോഹിതന്റെ കയ്യിലും എന്തുണ്ട്? ഒരു ബുക്ക്. ചാക്കോച്ചന്റെ, ചിന്നമ്മയുടെയും തോമാച്ചന്റെ എല്ലാം വിഷയം എഴുതിയേക്കുക, അതിനകത്ത് എഴുതി വെച്ചേക്കുക. കാരണം അകത്തോട്ട് ചെല്ലുമ്പോ ദൈവസാന്നിധ്യം ഇറങ്ങുന്നിടത്ത് നിന്ന് ഇതൊന്ന് വായിക്കണം, പറയണം. അപ്പൊ ചാക്കോച്ചന്റെ വിഷയം പറഞ്ഞപ്പോ തമ്പുരാൻ കേട്ടു, അതിന് മറുപടി പറയും. ആ മറുപടി ഇപ്പുറത്ത് എഴുതും, ചിന്നമ്മയുടെ എഴുതും, അല്ലേ? എന്നിട്ട് അകത്തുനിന്ന് ഇറങ്ങി പുറത്തു വരുമ്പോ ആള് കാത്തു നിൽക്കുക. എന്നാ പറഞ്ഞെന്ന് ചോദിക്കുമ്പം ചാക്കോച്ചന്റെ വിഷയത്തിന്റെ മറുപടി ഇതാ, ചിന്നമ്മയുടെ വിഷയത്തിന്റെ മറുപടി ഇതാ, ഇങ്ങനെ അങ്ങ് പറയും. ഇത് കേട്ട് അവർ സ്വോത്രം പറഞ്ഞ് അങ്ങ് പോകും. ആ ബുക്കിന്റെ ഏറ്റവും അവസാനം ഒരു വിഷയം കിടപ്പുണ്ട്, സ്വന്തം വിഷയമാണ്. അത് വായിച്ചിട്ട് ഇന്ന് വരെ മറുപടി കിട്ടിയിട്ടില്ല. ഒരെണ്ണം പോലും, ഒരു വാക്ക് പോലും എഴുതാൻ അവസരം ഉണ്ടായിട്ടില്ല. ഇത്രയും പേരെ വിഷയത്തിന് മുമ്പിൽ മറുപടി പറഞ്ഞ് അവരെല്ലാം ഇങ്ങനെ പോകുന്ന കണ്ടപ്പോ അവസാനത്തെ ഈ വിഷയം വായിച്ചിട്ട് ആ മനുഷ്യന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും നിങ്ങൾ ചിന്തിച്ച്? എത്രമാത്രം വേദനപ്പെട്ടു കാണും, അല്ലേ? എന്റെ ചോദ്യം, ഇവർക്കൊരു കൊച്ചിനെ കൊടുക്കാൻ ദൈവത്തെ കൊണ്ട് പറ്റത്തില്ലേ അമ്മേ? പറ്റും. 50 വർഷം മുമ്പ് ഇവർക്ക് ഒരെണ്ണത്തിനെ കൊടുക്കാൻ പറ്റില്ല. മറുപടി പറ. പറ്റും. എന്നാ കൊടുക്കാഞ്ഞേ? ഇതാ കൊടുക്കാഞ്ഞേ? 4 പേര് നിന്ദിക്കട്ടെന്ന് ഓർത്താണ്. കുറച്ചു പേരോട് ഇവരെ കളിയാക്കട്ടെന്നും പറഞ്ഞാണോ? എന്തായാലും വയസ്സിൽ നിന്ന് ഇത്രയും കാലം ആയപ്പോ മറുപടി ഇല്ലാത്ത ഈ വിഷയത്തിന് മുമ്പിൽ കളിയാക്കിയവരുടെ എണ്ണം പെരുകിയതല്ലേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ലല്ലോ, അല്ലേ? 2020 പ്രാർത്ഥിച്ച വിഷയത്തിന് അന്ന് മറുപടി കിട്ടിയിരുന്നെങ്കിൽ
കുറച്ചു പേരൊക്കെ അറിയത്തുള്ളായിരുന്നു. 5 വർഷം കൂടെ കഴിഞ്ഞുകൊണ്ട് കുറച്ചുകൂടെ അറിയാനുണ്ട്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? 50 അല്ല, 25 വർഷം മുമ്പോ 10 വർഷം മുമ്പോ ഒക്കെ ദൈവത്തിന് കൊടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ദൈവം നമ്പരം കൊടുത്തില്ല. ഒരു ദിവസം ഇതുപോലെ ആലയത്തിന്റെ അകത്തളത്തിലേക്ക് അനേകരുടെ വിഷയം എഴുതിയ ബുക്കുമായിട്ട് അകത്തോട്ട് കയറി ചെന്ന അന്ന് ഇറങ്ങിയ ദൈവ സാന്നിധ്യം ഇങ്ങനെ പറഞ്ഞു, ആ ബുക്കൊക്കെ മടക്കിയത് കേട്ടോ. ഇന്ന് ചാക്കോച്ചന്റെയും മറിയാമ്മയുടെയും തോമാച്ചന്റെയും ഒന്നും വിഷയം വായിക്കണ്ട, അതിനൊന്നും മറുപടിയില്ല. കാലങ്ങളായിട്ടും മറുപടി കിട്ടാതെ നിന്റെ പേരിൽ കിടന്നൊരു വിഷയം അവിടെ കിടപ്പില്ലേ, അതിന്റെ മറുപടിയുടെ ദിവസം 2025 മണിക്കൂറുകൾക്ക് വിരാമമിടുന്നതിന് മുൻപ് ഈ ഉപവാസ പ്രാർത്ഥനയുടെ 8ാമത്തെ പകൽ ഈ ദൂത് പറയാൻ എന്നെ ദൈവം നിർബന്ധിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയട്ടെ, നിന്റെ പ്രാർത്ഥനയുടെ പകല, നിന്റെ മറുപടിയുടെ പകല, നിന്റെ വിഷയത്തിന്റെ ഉത്തരത്തിന്റെ പകല. നാളുകൾ കൊണ്ട് കാത്തിരുന്ന് കൊതിച്ച ചില വിഷയങ്ങളുടെ മുമ്പിൽ ദൈവം നീതിയോടെ ഇടപെടുന്ന പകല. ഈ പകരുന്ന ദൈവനാമ വിശ്വസിക്കുന്നവർ ഇന്ന് മകൾ വാചകത്തോട് പ്രതികരിക്കാൻ ദൈവം ഇടപെടുകയാ. കൈവിടുന്ന ദൈവമല്ല നിന്റെ ദൈവം. അമ്പലം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാ, ഇന്ന് നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുടെ ദിവസമാണ്. പല വിഷയങ്ങളുടെ മുമ്പിൽ കേരള വ്യക്തി ജീവിതത്തോടെ ദൈവം പറയുകയാ, നിന്റെ പ്രാർത്ഥനയുടെ ഉത്തരം വെളിപ്പെടാൻ പോകുകയാ. നീ കരഞ്ഞത് വെറുതെയല്ല, നീ കണ്ണുനീരൊഴുക്കിയത് വെറുതെയല്ല, നീ നിലവിൽപ്പെട്ടത് വെറുതെയല്ല, നീ നിന്ന ഏറ്റെടുത്തത് വെറുതെയല്ല. നീ കരഞ്ഞ വിഷയത്തിന് മുമ്പിൽ ദൈവം നിന്നോട് പ്രതികരിക്കുന്ന പകരാ. പരിശുദ്ധാത്മാവ് അധികാരത്തോടെ ഇടപെടുക. ദൈവത്തിന്റെ ശക്തി കുറഞ്ഞത് കൊണ്ടല്ല, ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാതെ പോയത് കൊണ്ടുമല്ല, നമ്മുടെ കരച്ചില് കാണാൻ കൊതിച്ചത് കൊണ്ടുമല്ല. പിന്നെന്തുകൊണ്ട് ദൈവം പ്രവർത്തിക്കാൻ താമസിച്ചെന്നറിയാമോ? നേരത്തെ ഇവിടെ ചനവാക്ക് ഒന്നൊരു വിട്ടു ഞാൻ ചേർത്ത് പറയാം. എന്റെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ദൈവം ചിലത് നിശ്ചയിച്ചു വച്ചിരിക്കുക. ഇതിനകത്ത് കരയുന്ന ചിലരോട് ദൈവം പറയുകയാ, നിന്റെ വിഷയത്തിന് മുമ്പിൽ ഒരു മറുപടി ദൈവം നിശ്ചയിച്ചു വെച്ചിരിക്കുക. വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തിന് സ്വന്തം പറഞ്ഞിട്ട് പറ, അത് വെളിപ്പെടാൻ പോകുക. എന്റെ ദൈവം തള്ളിക്കളയുന്ന ദൈവമല്ല, ആ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടാൻ പോകുക. ധൈര്യത്തോടെ ഇന്ന് പകൽ ഉരുവിട്ട് പറ, ആ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടാൻ പോകുക. വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തിന് സ്വന്തം പറ. ഇവർക്ക് ദൈവം കൊടുത്ത സന്തതിയുടെ പേരെന്നാച്ചാ യോഹന്നാൻ. ഈ യോഹന്നാനെ കുറിച്ച് ബൈബിൾ പറയുന്ന ഒരു വാക്കുണ്ട്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചതിൽ യോഹന്നാനേക്കാൾ വലിയ പുള്ളിയില്ല. അപ്പൊ നമ്പരം കൊടുത്തപ്പോ ഏറ്റവും നല്ലതാ കൊടുത്തല്ലേ? നല്ലതാ കൊടുത്തേ. ഈ കൊച്ചനെ 50 വർഷം മുമ്പ് കൊടുക്കാൻ ഞാൻ 25 വർഷം മുമ്പും 10 വർഷം മുമ്പും ഒക്കെ കൊടുക്കാൻ ഞാൻ കൊടുക്കാൻ ദൈവത്തിന് പറ്റത്തില്ലേ? ദൈവത്തിന് പറ്റുമെന്നേ. പ്രായം ചെന്നിടത്തുനിന്ന് കൊടുക്കാൻ പറ്റുമെങ്കിലാണ് 50 വർഷം മുമ്പ് കൊടുക്കാൻ പറ്റാതെ അല്ലേ? പക്ഷെ കൊടുക്കാൻ ഞാനൊരു കാരണമുണ്ട്. ഈ വെളിപ്പെടാൻ പോകുന്ന പുള്ളി ആരാന്നറിയോ? ലോകത്തിൽ ഒരു രക്ഷകൻ വെളിപ്പെടാൻ പോവാ. യേശു കർത്താവ്. ആ കർത്താവ് വരുന്നതിന് തൊട്ടു മുമ്പ് ഈ ലോകത്തിൽ ജന്മം കൊണ്ടിട്ട് ഈ കർത്താവിനെ ചൂണ്ടിക്കൊണ്ട് ഇവനാണ് ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണെന്ന്, ഇവന്റെ ചെരുപ്പിന്റെ വാറ് പോലും അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാണിതെന്ന് പറഞ്ഞ് യേശുവിനെ ലോകത്തിന് വെളിപ്പെടുത്താൻ ദൈവം കണ്ടത് ആരെയാണെന്നറിയാമോ? ഈ യോഹന്നാനെ. മനസ്സിലാവുന്നുണ്ടോ? ഇത് 50 വർഷം മുമ്പ് വന്ന നടക്കുവോ? 25 വർഷം മുമ്പ് നിന്ന വച്ചോ? ഇത് 10 വർഷം മുമ്പ് വരേണ്ട സാധനമാണോ? അല്ലെന്ന് ഇന്ന് പകൽ പറ. തക്ക സമയത്ത് ദൈവപ്രവൃത്തി നടക്കാൻ പോവുക. എന്റെ വീട്ടിനകത്ത് നടക്കാൻ പോവുക. എന്റെ ജീവിതത്തിലൊക്കെ നടക്കാൻ പോവുക. എന്റെ സമയത്ത് വെളിപ്പെടാൻ പോവുക. വിശ്വസിക്കുന്നവർ ചേർന്ന് പകൽക്കാലം കാലങ്ങൾ താക്കി ദൈവത്തിൽ നിന്ന് നന്ദിയോടെ
അകത്തപ്പെടുന്നിട്ട് പറ, ഇന്ന് പകലത് എന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുകയാ, എന്റെ സഭയ്ക്കകത്തത് നടക്കാൻ പോകുകയാ, എന്റെ ശരീരത്തിൽ അവിടുന്ന് നടക്കാൻ പോകുകയാ. കാലങ്ങൾ കാത്തിരുന്ന ചില ദൈവികപ്പെടുത്തലുകൾ, പ്രാർത്ഥനകളുടെ മറുപടികൾ, അതിന്റെ താക്കേ സമയത്ത് വെളിപ്പെടാൻ പോകുകയാ. കേട്ടവനെ ശ്രദ്ധിക്കുന്നവന് അവനത് തള്ളിക്കളയുന്നത് ദൈവമല്ല. കാലങ്ങൾ ഒത്തിരിയായി കാണും, നാണ്ടുകൾ ഒത്തിരിയായി കാണും, ദിവസങ്ങൾ ഒത്തിരി കടന്നുപോയി കാണും. പക്ഷെ ഇന്ന് പകരം പരിശുദ്ധമ പറയുന്നു, നിന്റെ പ്രാർത്ഥന വൃഥാവല്ല, നിന്റെ പ്രാർത്ഥന വൃഥാവല്ല. പ്രിയ പിതാവേ, നിന്റെ പ്രാർത്ഥന വൃഥാവല്ല. മാതാവേ, നിന്റെ പ്രാർത്ഥന വൃഥാവല്ല. സഹോദരി, നിന്റെ പ്രാർത്ഥന വൃഥാവല്ല. സഹോദരൻ, നിന്റെ പ്രാർത്ഥന വൃഥാവല്ല. അതിന്റെ മറുപടി വെളിപ്പെടാൻ പോകുക, അതിന്റെ മറുപടി വെളിപ്പെടാൻ പോകുക. എല്ലാവരും അതാത് സ്ഥാനങ്ങൾ ഒരു നിമിഷം ഒന്നെഴുന്നേറ്റ് എഴുന്നേൽക്കുവാൻ കഴിയുന്നവർ മാത്രം എഴുന്നേറ്റ് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ പോകുക. ഈ വചനത്തിന് മുമ്പിൽ ഒരു ദൈവ പ്രവൃത്തി ഇന്ന് പകൽ സ്വർഗം ഇവിടെ വെളിപ്പെടുത്തുന്ന പകല. അതുകൊണ്ട് വചനത്തെ ഏറ്റെടുത്ത് ആത്മനിയോഗത്തോടെ ചെറുപാടി ദൈവത്തെ നമുക്ക് ആരാധിക്കാം.